ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു കുടുംബക്ഷേത്രം അങ്ങനെ ആകുമ്പോൾ ആ ക്ഷേത്രം മാറ്റി നിർത്തി കുടുംബം എന്താണ് എന്നാദ്യം ചിന്തിക്കണം. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. ഇപ്പം ഇത്രയും വ്യക്തികൾ ഒരു വർക്കിംഗ് ഡേ ആയിട്ടും അവനവൻ്റെ കുടുംബക്ഷേത്രത്തിൽ വന്ന് ചെണ്ടമേളം കേട്ടു, ഇവിടെയുള്ള പ്രസാദം സ്വീകരിച്ചു, തൊഴുതു, നമസ്കരിച്ചു, അങ്ങനെ കാത്തിരിക്കുക. ഒരു പ്രഭാഷണമുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് പറയണമെങ്കിൽ ആ കുടുംബത്തിലെ സർവ്വ അംഗങ്ങളും അവിടെ എത്തി സന്തോഷത്തോടുകൂടി ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം. വർഷാവർഷം ആ ദേവന് അല്ലെങ്കിൽ ദേവതയ്ക്ക് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു. എന്താ നോട്ടീസിലടിച്ചത്? കലങ്കരി മഹോത്സവം. കലങ്കരി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തിൽ പൊങ്കാലയിടുന്നു, താലവുമായി വരുന്നു, അതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ മനസ്സിൽ കലങ്കരി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രിൻ്റാ അല്ലെങ്കിൽ നമ്മുടെ തുണികളുടെ ഒരു ഡിസൈനാ. അതെങ്ങനെ അങ്ങനെ വന്നത് എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കാം. പണ്ട് കാലത്ത് പുരാണ കഥകൾ പാടി നടന്നിരുന്ന ഒരു സംഘം ആന്ധ്രയിലുണ്ടായിരുന്നു. ആ പുരാണ കഥകൾ പാടി നടക്കുന്ന അവര് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ കഥകൾ ചിത്രരൂപത്തിൽ ചുമരുകളിൽ ആലേഖനം ചെയ്തു വെച്ചു. അതേസമയം അവരെന്ത് ചെയ്തു? വസ്ത്രങ്ങളിലും ഇത് ഓരോ പ്രിന്റുകളാക്കി മാറ്റി. എങ്ങനെയെല്ലാം ഈശ്വര കഥകൾ പ്രചരിപ്പിക്കാം, അതായിരുന്നു അതിൻ്റെ പിറകിലെ രഹസ്യം. അതുകൊണ്ടാണ് കലങ്കരി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മനസ്സ് പോകുന്നത്. ഏതായാലും കലങ്കരി അവിടെ നിൽക്കട്ടെ. മഹോത്സവം. ഇവിടെ ഇപ്പോൾ മഹോത്സവം എന്തുകൊണ്ടാ? ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്സാഹമുള്ളത് എന്നാണ് അർത്ഥം. ഉത്സാഹം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? എൻ്റെ കുടുംബക്ഷേത്രമാണ്. എപ്പോഴും നമുക്ക് ദേശദേവത അല്ലെങ്കിൽ പരദേവത എന്നൊക്കെ പറയുന്നതിലും ഒന്നുകൂടി അടുപ്പം കുടുംബക്ഷേത്രത്തിനോട് കാണും. കാരണം നമ്മുടെ കേരളത്തിലെ ക്ഷേത്ര സങ്കല്പം എടുത്തു നോക്കുമ്പോൾ 5 തരം ക്ഷേത്രങ്ങളെ നമുക്ക് കാണാം. അതിലെ ഒന്നാണ് ഈ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത്. ഒരു സമൂഹം ഉണ്ടാവണമെങ്കിൽ, ഒരു ഗ്രാമം ഉണ്ടാവണമെങ്കിൽ, ഒരു ദേശം ആയി മാറണമെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ വേണം. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങൾക്കും അടിസ്ഥാനം കുടുംബക്ഷേത്രമാണ്. ഇവിടെ കുടുംബക്ഷേത്രത്തിലൊന്നും വന്നില്ല, ഞാൻ എൻ്റെ ദേശദേവതയെ പോയി തൊഴുതു, ഒരു ഗുണവുമില്ല. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ വണങ്ങേണ്ടത് ധർമ്മദൈവത്തെ, നമ്മുടെ കുലദേവതയെയാണ് എന്നാ പറയുക. പണ്ടൊക്കെ ക്ഷത്രിയന്മാർ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അവരവരുടെ കുലദൈവങ്ങളെ ആദ്യം വണങ്ങുക. നമ്മൾ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പല ഫോട്ടോകളും ചെറിയ ബിംബങ്ങളും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, ആദ്യം നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ച് വണങ്ങേണ്ടത് നമ്മളുടെ ദൈവകാരണവന്മാരെ, കുലദേവതകളെ ആണ്.
അതുകൊണ്ടാണ് കുടുംബക്ഷേത്രത്തിന് ഇത്രയും മഹിമ ഉണ്ടാവുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, പിന്നീട് എല്ലാം കെട്ടാറിപ്പോയി. പിന്നീട് പല സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ വന്ന് എന്ത് ചെയ്തു, ഇതെല്ലാം പൊക്കി ഇത്രയാക്കി വെച്ചു. ഇപ്പൊ എല്ലാം പൂർണ്ണതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഉത്സാഹം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണോ, ഈ വർഷത്തിലൊരിക്കൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പൂയം നാളില് ഇപ്പം അങ്ങനെയാണല്ലോ പ്രതിഷ്ഠാദിനം, അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു. ഈ പൂജാതി കർമ്മങ്ങൾ എന്തിനു വേണ്ടിയാ, ഈ ക്ഷേത്ര ദേവതയുടെ ചൈതന്യ ലോപം മാറ്റിയെടുക്കുന്നതിനാ. അതിനുവേണ്ടി നടത്തുന്ന മഹത്തായ പൂജകളും കർമ്മങ്ങളുമാണ് എന്ത്, ഉത്സവം എന്ന് പറയുന്നത്. മനസ്സിന് ഉത്സാഹം അതുകൊണ്ടാ എല്ലാവരും കൂടി ആടി ഒന്നിച്ച് ചെയ്യുമ്പോൾ. ഇനി 5 ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തത് ഏതാ, കുടുംബക്ഷേത്രം. കുടുംബത്തിൽ നിന്നും തുടങ്ങി പിന്നീടാണ് ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളും പല കുടുംബങ്ങളും ചേർന്നിട്ട് എന്തായി മാറുന്നത്, നമുക്കെല്ലാം ഒരു തട്ടകത്തമ്മ ഉണ്ട് അല്ലേ. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ആരാ, വൈരങ്കോടാവും ചിലപ്പെങ്കിൽ, അറിയില്ല. നമ്മുടെ ദേശത്ത് നമ്മുടെ ഗ്രാമത്തിലെ ഒരു ദേവത ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ തട്ടകത്തമ്മ ആയിക്കൊള്ളണമെന്നില്ല. ഇതിപ്പോൾ നിങ്ങളുടെ ഗ്രാമം, നല്ല പ്രശാന്തമായ അന്തരീക്ഷം ഉള്ള ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം, ഗ്രാമക്ഷേത്രം എന്ന് പറയാം. ചെറിയ ചെറിയ അമ്പലങ്ങൾ ഒരുപാടെണ്ണം നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലുണ്ട്. അത് കഴിഞ്ഞാലാണ് ദേശക്ഷേത്രങ്ങൾ. ദേശം എന്ന് പറയുമ്പോൾ നമ്മളെ തട്ടകത്തെ അമ്മയ്ക്ക് ഒരുപാട് ദേശങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ തട്ടകത്തമ്മ ആരാണോ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ അതിലൊരു ദേശം ആയിരിക്കും. അപ്പോൾ ദേശക്ഷേത്രങ്ങൾ, ഗ്രാമക്ഷേത്രങ്ങളും കടന്ന് ദേശക്ഷേത്രങ്ങളും കഴിഞ്ഞ് മറ്റൊന്ന് വരുന്നത് കാവുകളാണ്, പാമ്പിൻ കാവുകൾ. അത് എല്ലാ ഭാഗത്തും ഒന്നും കാണില്ല. നമ്മുടെ കേരളത്തിലാണ് കൂടുതൽ കാവുകൾ കാണുന്നത്. എന്തുകൊണ്ടാണോ, പരശുരാമൻ ക്ഷത്രിയരെ എല്ലാം വധിച്ച് അവനവൻ്റെ ഭൂമി മുഴുവനായും ദാനം ചെയ്തു. ദാനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമിയിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. ദാനം കൊടുത്ത മുതൽ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാ. അപ്പോൾ അവിടെ നിന്നും എന്ത് ചെയ്യാണ്, ഗുരു പറയാണ്, ഇവിടെ എന്നും തപസ് ചെയ്യാൻ പാടില്ല. ദാനം കൊടുത്ത മുതലല്ലേ, അപ്പം എന്ത് ചെയ്യണം, സ്വന്തമായി ഒരു തുണ്ട് ഭൂമി തപസ് ചെയ്യുന്നതിന് വേണ്ടി പരശുരാമൻ ഭാർഗവ ക്ഷേത്രം നമ്മളുടെ ഈ കേരളത്തെ പരശു എറിഞ്ഞുണ്ടാക്കി എന്നാ പറയുന്നത്. ഈ സമുദ്രം മാറിക്കൊടുത്ത് ഉണ്ടായ കേരളം ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പാമ്പിൻ കാവുകളും ക്ഷേത്രങ്ങളും ആൽമരങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് കാവുകളാണ് മൂന്നാമത്തേത്. അങ്ങനെയാണെങ്കിൽ ഇനി നാലാമത് ഒന്നുകൂടി ഉണ്ടല്ലോ, അതേതാ, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ പണ്ടുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ ഇപ്പം നമുക്ക് കാണാൻ കഴിയില്ല. പറിച്ചു നടപ്പെട്ട ക്ഷേത്രങ്ങൾ. ഇങ്ങനെ 5 തരം ക്ഷേത്രങ്ങൾ. ഏതൊക്കെയാ, കുടുംബക്ഷേത്രങ്ങൾ, ദേശക്ഷേത്രങ്ങൾ, ഗ്രാമക്ഷേത്രങ്ങൾ, കാവുകൾ, പറിച്ചു നടപ്പെട്ട ക്ഷേത്രങ്ങൾ. ഇങ്ങനെ പലതരം ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കൂ, എനിക്കിപ്പോൾ 45 വയസ്സായി, ഞാൻ ഇതുവരെ എത്ര ക്ഷേത്രങ്ങളിൽ പോയി. ചിലപ്പോൾ എങ്കിൽ നമ്മുടെ മലപ്പുറം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയിട്ടേ ഉണ്ടാവില്ല. അപ്പോഴാണ് അവർക്ക് ആ തിരുപ്പതി പോയി വന്നൂലോ അല്ലേ. ഒരമ്മ പറഞ്ഞു, ഞാൻ അവിടെ പോയി മുണ്ടനൊക്കെ ചെയ്തു. തിരുപ്പതി തേവർക്കാണ് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, നമ്മളെ മുടി അത്രേ. നമ്മൾ പറയും അയ്യേ മുടി എന്ന് പറയും. പക്ഷേ ലോകത്തിലെ ഏറ്റവും സമ്പന്ന ക്ഷേത്രം മുടി കയറ്റുമതിയിലൂടെ. ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ സന്ദർശിച്ച് നടക്കുമ്പോഴും നമ്മൾ നമ്മളുടെ ധർമ്മദൈവത്തെ അല്ലെങ്കിൽ കുലദൈവത്തെ വന്ദിച്ചില്ലെങ്കിൽ ഇതിനൊന്നും ഫലമില്ല എന്നാ. ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാവും, ശബരിമലയിൽ പോകുന്നു. നമ്മൾ ശബരിമല യാത്ര തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു 2 ആഴ്ച മുമ്പൊക്കെ ആയി തന്നെ എന്ത് ചെയ്യും, ഒരമ്പലം ചുറ്റാൻ പോകും അല്ലേ. എന്തിനാ, നമ്മൾ നമ്മുടെ ദേശത്ത് ഉള്ള ചെറിയ ചെറിയ എല്ലാ ആരാധനാലയങ്ങളിലും ആ ദേവരെ നമിച്ചിട്ട് വേണം എങ്ങോട്ട് പോവാൻ, ദൂരെ പത്തനംതിട്ടയിലിരിക്കുന്ന ശബരിമല അയ്യപ്പസ്വാമിയെ കാണാൻ പോവാൻ. ഇനി അങ്ങനെ അല്ലെങ്കിലോ, ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടുന്ന് രാവിലെ ഗുരുവായൂർക്ക് പോവാം. ഇപ്പോൾ ഇവിടെ വിളക്കൊക്കെ വെച്ചു, കുടുംബത്തിലൊരാൾ ഒരു ദിവസം വിളക്ക് വയ്ക്കൂലോ, അതൊക്കെ പിന്നെ വന്ന് ബസ് കിട്ടില്ല വെച്ചിട്ട് ഇറങ്ങി ഓടിക്കോളൂ. എന്നും ഒരു 2 മണിക്കൂർ നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ 4 മണിക്കൂർ അവിടെ നിർത്തും. നിനക്ക് അവിടെ വരെ ഒന്നും നടക്കാൻ സമയം ഉണ്ടായില്ലല്ലോ, അവിടെ നിൽക്ക് നീ എന്ന് പറയും. അതുകൊണ്ടാണ് ദേശദേവത, ഗ്രാമദേവത, തട്ടകത്തമ്മ എല്ലാം ഉണ്ടെങ്കിലും അവൻ ആദ്യം നമിക്കേണ്ടത് കുലദേവതയാണ്. ഇപ്പം ചില വീടുകളിലൊക്കെ പരദേവത ഭുവനേശ്വരി ആയിരിക്കും. ഇവിടെ എന്താ, ഭഗവതിയാണ്. ആരാ ഭഗവതി? 6 ഭഗങ്ങൾ ഉള്ളവൾ ഭഗവതി. ഏതൊക്കെ 6 ഭഗങ്ങൾ?
ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, വിജ്ഞാനം, വൈരാഗ്യം. ഇത് 6ഉം ചേർന്നാലേ എന്താവൂ? ഭഗവതി ആവൂ. പരദേവതയായി പണ്ട് കാലം മുതൽക്കേ നമ്മൾ ഭഗവതിയെ കുടിവെക്കുക. പഴയ തറവാടുകളിലൊക്കെ എന്തുണ്ട്? ഭുവനേശ്വരി ഉണ്ടായിരിക്കും, ഒരു മച്ചുണ്ടായിരിക്കും. അവിടെ തന്നെ അവർക്ക് അതിനോടനുബന്ധിച്ച് കരിങ്കുട്ടി ഉണ്ടാവും, ഇപ്പുറത്തെ ബ്രഹ്മരക്ഷസിന്റെ തറയുണ്ടാവും. ഇവരെയൊക്കെ വന്നിക്കും എന്ത് ശുഭമായ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും. എന്നിട്ടേ പിന്നെ ക്ഷേത്രത്തിൽ പോയി തൊഴും. നമുക്ക് സംശയം ആരെ ആദ്യം തൊഴണ്ടേ? ഒരു ക്ഷേത്ര ദേവത, പ്രധാന ദേവത ആരാണോ അവരെ ആദ്യം തൊഴണം. ഞാൻ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് തൊഴ മേലേക്ക് നോക്കിയപ്പോഴാണ് അവിടെ കരിങ്കുട്ടി എന്ന് കാണുന്നത്. ഭഗവതി ആണല്ലോ ഇവിടെ എന്ന് ഓർത്തപ്പോഴാ ചേച്ചി പറഞ്ഞു അപ്പുറത്ത് ആദ്യം തൊഴുതോളൂ. ആദ്യമായിട്ട് വരുമ്പോൾ അറിയില്ലല്ലോ. ആദ്യം ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും നമ്മൾ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയെ, ദേവനെ അല്ലെങ്കിൽ ദേവതയെ തൊഴണം. എന്നിട്ടാണ് ഉപദേവന്മാരെ. ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ ഉപദേവന്മാരെ കണ്ടില്ലേ? എന്താ ഉപദേവന്മാരുടെ പ്രത്യേകത? ക്ഷേത്രത്തിലെ പ്രധാന ദേവനും ഈ ഉപദേവന്മാരും തമ്മിൽ അച്ഛനും മക്കളും അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദ്യം മകനെയല്ല നമ്മൾ കാണും. ഒരു വീട്ടിൽ ചെന്ന് ആരെയാ? അച്ഛനെ തന്നെ അല്ലെങ്കിൽ അമ്മയെ തന്നെ കാണണം. എന്തുകൊണ്ട് പരദേവത അല്ലെങ്കിൽ കുടുംബദേവത സ്ത്രീ രൂപത്തിൽ, ഭഗവതി രൂപത്തിൽ വന്നു? അതൊരു സംശയം. ഈ 6 ഭഗങ്ങളുള്ളവൾ ഭഗവതി എന്നൊക്കെ പറഞ്ഞെങ്കിലും ലളിതമായിട്ട് പറയുമ്പോൾ ഭഗവതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്ത്രീ സങ്കല്പം. സ്ത്രീ ആണ് സൃഷ്ടിയുടെ അടിസ്ഥാനം. സ്ത്രീ പരമമായ സഹനശക്തിയുള്ളതാണ്. അതിനും അപ്പുറം ബ്രഹ്മൻ, വിഷ്ണു, മഹേശ്വരന്മാർ ത്രിമൂർത്തി സങ്കല്പങ്ങൾ വന്നത് തന്നെ എവിടെ നിന്നാ? ഈ പ്രകൃതിയാകുന്ന മായയിൽ നിന്നാ. അതാണ് ഹരിനാമകീർത്തനം പറയുന്നത്, ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ അങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു. അപ്പോൾ ഓങ്കാരമായ ഒരു പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ പരബ്രഹ്മരൂപി പലതരത്തിലുള്ള ദേവതകളായി മാറി. അതിലെ ഒരു ദേവതാ സങ്കല്പം മാത്രമാണ് എന്ത്? ഭദ്രകാളി. ആരാ ഭദ്രകാളി? ഭദ്രം കരോതി ഇതി ഭദ്രകാളി. ഭദ്രം ആക്കി മാറ്റാൻ ഒരു ദേശത്തെ, ഒരു കുടുംബത്തെ മുഴുവൻ ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവളാണ് ഭദ്രകാളി. അതുകൊണ്ടാണ് തട്ടകത്ത് അമ്മയായും കുടുംബ പരദേവതയായും നമ്മൾ ഭദ്രകാളിയെ ആരാധിക്കുന്നത്. ഇങ്ങനെ സ്ത്രീ പൂർണ്ണതയായി നിൽക്കുമ്പോൾ, സഹനത്തിൻ്റെ പ്രതീകമായി നിൽക്കുമ്പോൾ, അപ്പുറത്തോ മാതൃത്വം, കരുണ നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീ ദൈവങ്ങളിലാന്നാ പറയുക. ഒരു സ്ത്രീയെ പോലെ കാര്യേഷു മന്ത്രി, കാര്യങ്ങൾ അടുക്കും ചിട്ടയുമായി ചെയ്യാൻ ഒരു പുരുഷനും ആവില്ല എന്ന സങ്കല്പം. ഏതൊരു പുരുഷനും അങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നു എങ്കിൽ അതിന് പിറകിൽ ആരുണ്ടായിരിക്കും? ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. രാമായണം എടുത്ത് നോക്കുമ്പോൾ ആദ്യം എന്താ കാണുക? ഉമാ മഹേശ്വര സംവാദം. ആദ്യം പറയുന്നത് ആരെയാ? ഉമ. ആ ഉമ തന്നെയാണ് ആര്? ഭദ്രകാളിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആ ഭദ്രകാളി ഉണ്ടായേ ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ചവളാണ് ഭദ്രകാളി. ഈ ഭദ്രകാളിയെ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയോടാണ് സാമ്യപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ കൈവിരലുകൾ നോക്കൂ, 5 വിരലുകൾ കാണാനില്ലേ? ഇവിടെ തിരുമേനി വന്ന് പൂജിക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ, നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ആകാശം, വായു, അഗ്നി എന്ന് പറഞ്ഞ് ആ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് നമ്മൾ പൂജകൾ നടത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന. എന്താ രാമായണം പറയുന്നത്? ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. ഇത്രയേ ഉള്ളൂ. അതായത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് നമ്മൾ പൂജാതി കർമ്മങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കുന്നു. കറക്റ്റായിട്ടായിരിക്കണം പൂജാതി കാര്യങ്ങൾ എന്ന് മാത്രം. ഇവിടെ കണ്ടോ, പണ്ടുണ്ടായിരുന്ന ഒരു ചടങ്ങാണ് ഈ ചാണകം മെഴുകുക എന്നുള്ളത്. അപ്പോൾ ആ വീട്ടിൽ അപ്പുറത്ത് പോയപ്പോഴും കണ്ടു, ചാണകം മെഴുകിയ നിലത്ത് വെറും, അതായത് വെറും എന്ന് പറയുമ്പോൾ അകത്തും പുറത്തും ചെരുപ്പ്. അതുകൊണ്ടാട്ടോ ഈ വെറും നഗ്നമായ കാലുകളെ കൊണ്ട് ചവിട്ടി നടക്കണം. അതിനൊരുപാട് ഔഷധ ഗുണമുണ്ട് എന്നാ പറയുക. അതുകൊണ്ടാണ് ചാണകം മെഴുകി ശുദ്ധാക്കുന്നത്. അതിനും അപ്പുറം ചാണകത്തിൽ ആരുണ്ട്? ലക്ഷ്മി ഭഗവതി ഉണ്ട്. അതുകൊണ്ടാണ് ചാണകം ശുദ്ധമാക്കുന്നു എന്ന് പറയുന്നത്. അത് മഹാഭാരതത്തിലെ ഒരു വലിയ കഥയാണ്. ലക്ഷ്മി ദേവി പശുവിൻ്റെ ശരീരത്തിൽ എവിടെ വസിക്കണ്ടേ ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ ആലോചിക്കുക, പശുക്കളെല്ലാവരും. അപ്പോൾ പറയാ, ഞങ്ങളുടെ ശരീരത്തിൽ
ലോകത്തിലെല്ലാം ശുഭമാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും ശുഭമല്ലാത്ത ഒന്ന് എന്തേ ഉള്ളൂ? മലമൂത്ര വിസർജന അവയവം. അതുകൊണ്ട് അവിടെ വസിക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ അവിടെ വസിക്കാം. കാരണം ലക്ഷ്മി ഭഗവതി വസിച്ചില്ലെങ്കിൽ പശു കാമധേനുവായി മാറില്ല, പശുവിന് സ്ത്രീത്വം ഉണ്ടാവില്ല, ഐശ്വര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചാണകം പരിശുദ്ധമാണ്, ചാണകം മെഴുകണം എന്ന് പറയുന്നത്. ചാണകം തേച്ചാൽ തന്നെ എല്ലാം ശുദ്ധമായി എന്നാ പറയാ, ഒരു പുണ്യാഹം തളിച്ചതിന് ഫല. ഇനി ഇങ്ങനെ 5 വിരലുകളെ കുറിച്ച് പറയുമ്പോൾ 5 വിരൽ നോക്കൂ, 5 വലിപ്പല്ലേ ഇങ്ങനെ പിടിക്കുമ്പോൾ. ഇതുപോലെയാണ് ഇവിടെ വരുന്ന ഓരോ കുടുംബത്തിലെ വ്യക്തികളും. ഇപ്പോൾ ഒരാൾ എവിടെയായിരിക്കും? കോഴിക്കോടാവും, ഒരാൾ മദ്രാസിലാവും, ഒരാൾ പാലക്കാടാവും അല്ലേ. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, മനസ്സിലെ എല്ലാ സ്പർദ്ധകളും മാറ്റിവെച്ച് മനുഷ്യനായി അത് ഉണ്ടാവുന്നതാണ്. ഈ മഹാഭാരതത്തിലെ ഒരു കഥ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുമയോടുകൂടി ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്നിരിക്കുക. എന്താ കാരണം? ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് നമുക്ക് ഒരുമ, ഐക്യം, സ്നേഹം, സേവനം ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നു, അപ്പോഴാണ് പറയുന്നത് ഇതേ ഇന്ന പൂജയ്ക്കുള്ള സാധനങ്ങൾ ഒരെണ്ണം കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അത് ഏത് കുടുംബത്തിലെ വ്യക്തിയായാലും പിന്നെ ഒന്നും ചിന്തിക്കില്ല, എൻ്റെ കുടുംബക്ഷേത്രം ഓടിപ്പോയി വാങ്ങിക്കൊണ്ടുവരുന്നില്ലേ. ഈ വക കർമ്മങ്ങളിലൂടെ, അതായത് ക്ഷേത്ര ആരാധനയിലൂടെ നമ്മുടെ മനസ്സിനെ ഉയർത്താനും ഉണർത്താനും നമുക്ക് കഴിയും. അതിനാണ് ഈ ആരാധനകളൊക്കെ വെച്ചിട്ടുള്ളത്. വെറുതെ ഇപ്പോൾ എത്രയോ ക്ഷേത്രങ്ങളില്ല, ഇനിയിപ്പോൾ അതിനും കൂടെ എന്തിനാ ഒരു കുടുംബക്ഷേത്രം ചിന്തിക്കും. പക്ഷേ കുടുംബക്ഷേത്രം ഇല്ലെങ്കിൽ അതിന് അടിസ്ഥാനമില്ല, അടിത്തറ ഇല്ലാതെ ഒരു ബിൽഡിങ് കെട്ടിയ പൊളിഞ്ഞു ചാടില്ലേ. അതുപോലെ അതുകൊണ്ടാണ് കുടുംബദേവതയെ വർഷത്തിലൊരിക്കലല്ലേ വേണ്ടൂ ഇപ്പോൾ ഓടിപ്പടഞ്ഞിവിടെ എത്താൻ. അതിനും ഭഗവതിയുടെ ഒരു അനുഗ്രഹം വേണം. ഭഗവതി ആ ശ്രീലകത്തിരുന്ന് ഇങ്ങനെ നോക്കൂ ഇത്രേ, എൻ്റെ ഈ കുടുംബത്തിലെ ഏതൊക്കെ വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴും എത്താത്തവരുടെ ലിസ്റ്റ് അപ്പുറത്തുണ്ടാവും. മഹാഭാവി ഒഴിവ് കിട്ടിയിട്ടും വന്നില്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെയാണ് പൊതുവെ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് പറയുക കേട്ടോ. അങ്ങനെയുള്ളവരുണ്ടാവാം, ഇല്ലാതിരിക്കുക. ഞാൻ പൊതുവായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഈ 5 വിരലുകളുടെ മറ്റൊരു തത്വം എന്ന് പറയുന്നത്, നമ്മളുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിത. അതായത് പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ വെറും ജഡാണ്. ആകാശം, വായു, അഗ്നി, മണ്ണ്, ഇതിനൊന്നും ജീവനില്ല. ആ ജീവനില്ലാത്ത വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ച ഈ ശരീരത്തിന് ജീവൻ എവിടുന്നാ വന്ന്? ഈ ശ്രീലകത്തിരിക്കുന്ന പരമാത്മാവാകുന്ന ശ്രീഭദ്രയുടെ ആത്മാവിലെ ഒരംശം ആർക്ക് തന്നു? നമ്മുടെ ശരീരത്തിലേക്ക് കണ്ട് സന്നിവേശിച്ചു. അങ്ങനെ നമുക്ക് ജീവൻ അല്ലെങ്കിൽ ആത്മാവ് ഉണ്ടായി. ഈ ആത്മാവിന് മായകൾക്ക് അതീതമായിരിക്കുമ്പോഴാണ് അത് ആത്മാവ് എന്ന് പറയുന്നതെങ്കിൽ, മായാധീനനായി ഇതിലെല്ലാം മുങ്ങി അങ്ങനെ പൊങ്ങി നടക്കുന്നവർ ജീവൻ ആയി മാറുന്നു. നമ്മളെല്ലാം ജീവന്മാരാ, ഇങ്ങനെ ഓടി നടക്കുകയാണ്. എന്തെല്ലാം പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും അല്ലേ. ഒരാൾ ചോദിക്കുക എന്താണ് ഈ ദുഃഖം? ഇപ്പൊ പറയാണ് ദേഹം നിമിത്തം ദുഃഖമറിയുക നീ. ദേഹം നിമിത്തമാണ് സർവ്വ ദുഃഖങ്ങളും. ദേഹല്ലേ, ദുഃഖമില്ല. മരണത്തിന് ശേഷമുള്ള അവസ്ഥ അത് മഹാഭാരതം കഥ അവസാനം പറയാം, ഓർമ്മിപ്പിക്കണം കേട്ടോ. ഇനി ഈ 5 വിരലുകള് പഞ്ചഭൂതങ്ങളെ കാണിക്കുന്നു. ഈ ചെറുവിരൽ കാണിക്കുന്നതാണ് നമ്മുടെ ഭൂമി. എത്ര ചെറുതാണ് നമ്മൾ ഇന്ന് കാണിക്കുക. ഭൂമി കുറച്ചല്ലേ ഉള്ളൂ, വെള്ളല്ലേ കൂടുതൽ. ചെറുവിരല് ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. ഭൂമിയുടെ പ്രത്യേകത എന്താ? സർവം സഹയാണ്. അമ്മയെ പോലെ എന്തൊക്കെ കൊടുത്താലും വാങ്ങിക്കും. ഒരു സ്വർണത്തിൻ്റെ കഷ്ണം വലിച്ചെറിഞ്ഞാലും, ഒരു കരിക്കട്ട വലിച്ചെറിഞ്ഞാലും, ഇനി കുറച്ച് ചീഞ്ഞഴുകിയ സാധനം വലിച്ചെറിഞ്ഞാലും ഭൂമി സന്തോഷത്തോടെ സ്വീകരിക്കും. അതാണ് നമ്മൾ പഠിക്കേണ്ട 1ാമത്തെ പാഠം. ഈ പ്രകൃതിയിലേക്ക് നോക്കൂ, മനുഷ്യനെ പോലെ അഹങ്കാരം ഉള്ള ഒരു ജീവജാലങ്ങളും ഇല്ല. ഈ ചെറുജീവികൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ ഒന്നും സ്പർദ്ധയില്ല അല്ലേ. മനുഷ്യന്റെ മനസ്സാണ് പ്രശ്നം. ശരീരം ഒരു പ്രശ്നം ഉണ്ടാക്കണില്ല അത്രേ. മനസ്സാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ചിന്തകളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഭൂമിയെ പോലെ സർവം സഹയാവാൻ നമ്മൾ പഠിക്കണം. 1ാമത്തെ ഭൂമിയുടെ തത്വം. ഇനി 2ാമത്തെ വിരൽ കാണിക്കുന്നത് ജലം ആണ്. രാവിലെ തുളസി തീർത്ഥം കുടിക്കുമ്പോൾ ഗ്ലാസ് ഇങ്ങോട്ട് എടുത്തിട്ട് എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു മുക്കല അല്ലേ, മുതിര വരലാ മുക്കുക. കാരണം ജലം ജീവനെ സൂചിപ്പിക്കുന്നു. ജീവൻ എവിടുന്നാ ഉണ്ടായത്? ജലത്തിൽ നിന്നാ. അപ്പോൾ കുട്ടികൾ ചോദിക്കും എങ്ങനെയാ ജലത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ മരിക്കുകയല്ലേ ചെയ്യുക? ചെറുതാകുമ്പോൾ സ്കൂളിൽ എന്താ പഠിപ്പിച്ചത്? ജലത്തിൽ നിന്നും ജീവൻ, കാർബണിക സംയുക്തങ്ങൾ ചേർന്ന് ആദ്യം ഉത്ഭവിച്ചു. ആദ്യത്തെ അവതാരം എന്താ? മത്സ്യാവതാരല്ലേ, ജലത്തിലല്ലേ ഉണ്ടായത്. അപ്പോൾ ജലത്തെ സൂചിപ്പിക്കുന്നു. ജലം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർവ്വതിനെയും ശുദ്ധീകരിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട്.
സർവരുടെയും ക്ഷീണം മാറ്റി കൊടുക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട്, വേറൊന്നിനും ഇതില്ല. അപ്പം ആ യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ ഓടി കയറിയിട്ട് വന്നു. ഇവിടെ തൊഴുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തായിരിക്കും, കയറ്റം കയറി ഇറങ്ങിയൊക്കെ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അല്ലേ. ആ ക്ഷീണം പെട്ടെന്ന് മാറും. വിശന്ന് വലഞ്ഞ് ഉച്ചയ്ക്ക് കയറി വരുന്ന വ്യക്തിയോട് വരൂ ഒത്തിരി ചോറുണ്ടാന്ന് പറഞ്ഞാൽ ആദ്യം എന്താ പറയാ, ഒരു ഗ്ലാസ് സംഭാരം ഇങ്ങോട്ട് പോരട്ടെ അല്ലെ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് തരൂ. ജലത്തിന്റെ മഹിമ ഭാഗവതം പറയുന്നുണ്ട്. ജലത്തെയാണ് ഈ മോതിരവിരൽ കാണിക്കുന്നതെങ്കിൽ നടുവിൽ ഉയർന്നു നിൽക്കുന്നില്ലേ ഞാനാണ് കേമൻ എന്ന് പറഞ്ഞിട്ട് ഈ മൂന്നാമത്തെ വിരൽ കാണിക്കുന്നതാണ് അഗ്നി. അഗ്നിയെയാണ് മൂന്നാമത്തെ വിരൽ കാണിക്കുന്നത്. ഇനി അതിനും ഇപ്പുറത്തായിട്ട് ആരുണ്ട്, നമുക്കെല്ലാം ആദ്യം മുതലേ വേണ്ടത് എന്താ, ജീവവായു. വായുവിനെ നാലാമത്തെ വിരൽ പ്രതിനിധീകരിക്കുമ്പോൾ അഞ്ചാമതായിട്ട് നമ്മൾ ഇങ്ങനെ ഒരാളെ ചൂണ്ടുമ്പോൾ മുകളിലേക്ക് നോക്കി ഒരാൾ നിൽക്കുന്നില്ലേ, ഇത് ആകാശത്തെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പൊ പഞ്ചഭൂതങ്ങളായില്ലേ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. എന്നാലും നമ്മൾ എന്താ ചെയ്ത് തെരഞ്ഞുകൊണ്ട് നടക്കുക. എന്താ അങ്ങനെ പറഞ്ഞേ, നമ്മുടെ എല്ലാം വിചാരം എന്താണോ, കേമായ വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോകണം അല്ലേ. ഒന്നും അല്ല. അതിപ്പോൾ എന്താ, വളവന്നൂര് ഈ ഭാഗം ഒരു കുഗ്രാമമാണ്, എൻ്റെ വീട് മെയിൻ റോഡിലല്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവൂലേ. പക്ഷേ അവനവന് ലഭിച്ചതിൻ്റെ സുഖങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അതാ. കാരണം എല്ലാ അംഗങ്ങളോടും കൂടി നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ, പ്രത്യേകിച്ചും മനുഷ്യനായി ജനിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ ഭാഗ്യം. ഇപ്പൊ നടന്നു വന്ന് ഒരു ക്ഷേത്രാങ്കണത്തിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞുല്ലോ, അത് മഹാഭാഗ്യം. കാരണം എന്താണോ, പ്രഭാഷണം ഉണ്ട്. എന്തിനാ, അപ്പൊ ഒരു കുടുംബക്ഷേത്രമാണ്, പൂജകൾ ചെയ്ത് അങ്ങോട്ട് പോയാൽ പോരെ, ഇത്തിരി ഫുഡൊക്കെ കഴിച്ചിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പ്രഭാഷണം വെച്ചത്? പ്രഭാഷണം എന്ന് പറഞ്ഞാലേ കഥകളിലൂടെ, ഈശ്വരനാമങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ ദീപ്തമാക്കാനുള്ള കഴിവുള്ള ഒരു സംഭവം. അതായത് ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുക, പറയുക, ആ ഈശ്വരനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്താ ഗീതയിൽ പറയുന്നത്, തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച. അവിടെ യുദ്ധ്യച പറയുന്നത് അർജുനൻ യുദ്ധം ചെയ്യാതിരുന്നതുകൊണ്ടാ. എല്ലാ സമയത്തും നിങ്ങൾ എന്നെ അനുസ്മരിക്കണം. അതാണ് പറഞ്ഞത്, തസ്മാൽ സർവേഷു കാലേഷു, എല്ലാ സമയത്തും എന്നെ അങ്ങനെ അനുസ്മരിക്കുക. ഇവിടെ അങ്ങനെ വന്നിരുന്നു, ഈശ്വര കഥകൾ കേൾക്കുക, പ്രഭാഷണമാണ്, സംഘർഷങ്ങളെ ലഘൂകരിക്കാം. മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളും ചിന്തകളും ഉള്ളവരാ നമ്മൾ. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് മറക്കാൻ എങ്ങനെ കഴിയും? പ്രഭാഷണങ്ങളിലൂടെ കഴിയും. അതുകൊണ്ടാണ് ഇത്തിരി കഥകൾ കേൾക്കാം. എന്താ ഇപ്പോൾ ഈ കുടുംബക്ഷേത്രം, എന്താണ് ഇപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത്? ക്ഷേത്രം എത്ര തരത്തിലുണ്ട്? സംശയ ചിലർ പറയും, ഞാൻ രാവിലെ പോയി ദേശദേവതയെ തൊഴുതു വന്നു, ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോവണ്ട. ഇതാണ് അതിൻ്റെ തത്വം. അടിസ്ഥാനപരമായി ഒരു സമൂഹത്തിനെ നോക്കുമ്പോൾ ആദ്യം ഒരു വ്യക്തി, ഒരു കുടുംബം, പിന്നെയാണ് എന്ത്, ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ദേശം, പിന്നീടാണ് രാജ്യം ആയി മാറുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ഏറ്റവും താഴത്തേതിൽ നിന്നും തുടങ്ങണം. അതിനും അപ്പുറം നമ്മുടെ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വയ്യായ വന്ന് വിളിച്ച ആരായി ആദ്യം ഓടി വരിക? അടുത്തുള്ളവരല്ലേ. നമ്മളുടെ ഏറ്റവും അടുത്തുള്ള തേവരാണത്രേ ആദ്യം ഓടി വരിക നമ്മളുടെ വിളി കേൾക്കുമ്പോൾ. ആ മരണസമയത്തൊക്കെ വിളിക്കുമ്പോൾ അപ്പോൾ ശ്രീഭദ്ര അങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, ആ ഒരു ദർശനം തന്നെ മതി. അവസാന സമയത്ത് ദേഹിയിൽ നിന്നും വിട്ട് പിരിയുമ്പോൾ ആ ദുർഗ അല്ലെങ്കിൽ ശ്രീ പരമേശ്വരൻ നമ്മളുടെ അടുത്ത് അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ എന്താ, ദേഹാന്തി തവ സാന്നിധ്യം. അത് മാത്രമേ വേണ്ടൂ. എന്താ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ലക്ഷ്യം? ഇത് ചോദിച്ചാൽ പറയും, എനിക്ക് 2 കുട്ടികളുണ്ട്, അവർക്ക് നല്ലൊരു ജോലിയാവണം, അവരെ കല്യാണം കഴിപ്പിക്കണം, അതിൽ 2 കുട്ടികളായി കാണണം. പിന്നെയോ ആഗ്രഹങ്ങൾ ഒതുങ്ങുന്നുണ്ടോ? പിന്നെയും പറയും, ആ കുട്ടികളുടെ കല്യാണം കാണണം, അവിടുന്ന് പൂവൊന്നും വേണ്ട. അതല്ലേ ചിന്ത. മരണത്തെക്കുറിച്ചോർത്ത് ഒരുപാട് ദുഃഖിക്കുന്നവരാ നമ്മൾ അല്ലേ. മരണം അതൊരു വല്ലാത്തൊരു സമസ്യയാണ്. മരണത്തെക്കുറിച്ച് രാമായണം വ്യക്തമായി പറയുന്നുണ്ട്. അതേസമയം ഗീതയും പറയുന്നുണ്ട്, മഹാഭാരതവും പറയുന്നുണ്ട്. ഇവരെല്ലാം ഒന്ന് തന്നെ പറയുന്നത്. മഹാഭാരതത്തിലെ ഒരു കഥ അത് വ്യക്തമായി പറയാം. മഹാഭാരതം മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും ഇത്രയും വലിയ ഒരു ശ്രേഷ്ഠമായ ഗ്രന്ഥം വേറെയില്ല. ഈ മഹാഭാരത യുദ്ധം നമ്മുടെ എല്ലാം മനസ്സിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്താ യുദ്ധം? നമ്മളെല്ലാം ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും, ഏട്ടൻ വന്നു, അനിയൻ വന്നില്ല അല്ലെ, ഏട്ടത്തി നമ്മുടെ കുട്ടി വന്നില്ല. പലരും പല മനസ്സും ചിന്താഗതിയും ഉള്ളവരാ. പക്ഷേ മരണത്തിന് ശേഷം എല്ലാം ഇല്ലാതെയാവുന്നു എന്ന തത്വം നമുക്ക് കാണാം. ജനനവും മരണവും ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ആ ഒരു സമയം ആണ് ഈ സ്പർദ്ധ, പോര് കൊണ്ടിട്ട് എല്ലാം നമ്മുടെ മനസ്സിലൂടെ പോകുന്നതെന്ന് മഹാഭാരതം കാണിക്കും. കാരണം മഹാഭാരതത്തില്
ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരും എല്ലാം നിലംപതിച്ചു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സ് തന്നെയാട്ടോ കുരുക്ഷേത്ര ഭൂമി. ഈ മരണം അങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് കൗരവരെല്ലാം മരിച്ചു. അച്ഛനും അമ്മയും ബാക്കിയായി. ആരാ? ഗാന്ധാരി മാതാവും ധൃതരാഷ്ട്രരും. കണ്ണു കാണില്ല അച്ഛന്. ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യവതിയുടെ പുത്രനായ വ്യാസമഹർഷി കൊട്ടാരത്തിലേക്ക് കയറി വരിക, ഹസ്തിനപുരത്തേക്ക്. വ്യാസമഹർഷി എന്തുകൊണ്ടാ അത്രയും ഉന്നതനായത്? ഭാഗവതം എടുത്ത തൃതീയ സ്കന്ധത്തിൽ കാണാം നമുക്ക് ഭഗവാന്റെ 24 അവതാരങ്ങൾ. അതിലൊരു അവതാരം വ്യാസമഹർഷിയ. വ്യാസായ വിഷ്ണുരൂപായ എന്നാ പറയാ, വിഷ്ണുവിൻ്റെ രൂപം തന്നെയാണ് വ്യാസമഹർഷി. ഈ വ്യാസമഹർഷി വീട്ടിൽ കയറി വന്നപ്പോൾ അർഘ്യപാദ്യങ്ങളോടെ സ്വീകരിച്ചു. അർഘ്യപാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന കുടിക്കാൻ വെള്ളം കൊടുക്കുന്നതും പിന്നെ എന്തെങ്കിലും ഫലമൂലാദികൾ കൊടുക്കും. പണ്ടൊക്കെ എന്താ, കിണ്ടിയും വെള്ളം ഉണ്ടാവും, കാലും കഴുകും അകത്ത് കയറുമ്പോൾ. ഇതന്നെ അർഘ്യപാദ്യങ്ങൾ. കുറച്ചും കൂടി കേമായിരിക്കും കൊട്ടാരങ്ങളിലെന്ന് മാത്രം. അവിടെ ഇരുത്തിയതിന് ശേഷം പൊതുവേ നമ്മുടെ വീട്ടിൽ എന്താ സംസാരം പിന്നെ നടക്കുക. അപ്പോൾ ഈ കുടുംബക്ഷേത്രത്തിലെ പൂജാദികളൊക്കെ കഴിഞ്ഞു. നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വ്യക്തി, നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കയറി വന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ വേദനകളും ഇന്നത്തെ ദിവസത്തെ കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ആ വ്യക്തിയുമായി പങ്കുവെക്കും, ഇല്ലേ? വിഷമങ്ങളെക്കുറിച്ച് നമ്മൾ പറയുക നമുക്ക് വിശ്വാസം ഉള്ളവരോടാണ്. കാരണം പങ്കുവെക്കുമ്പോൾ സന്തോഷം ഇരട്ടിക്കും, സങ്കടം പകുതിയാവും. അതുകൊണ്ടാണ് അമ്മമാർ ഇങ്ങനെ പരാതി പറയുന്നത്, അതല്ലാതെ ഒന്നുമല്ല. അതിൻ്റെ തത്വം അതാ. ഇവിടെ വ്യാസമഹർഷി വന്ന് കയറിയപ്പോൾ ഇരിക്കാനൊക്കെ പറഞ്ഞു. ചോദിക്കുക, ഇപ്പോൾ ഭരണം തുടങ്ങിയിട്ട് 10-16 വർഷമായി. ആരെ? പഞ്ചപാണ്ഡവരെ. സുഖല്ലേ? ധൃതരാഷ്ട്രർ പറഞ്ഞു, എല്ലാം കൊണ്ടും സുഖ, പക്ഷേ ഒരു ദുഃഖമുണ്ട്. ഗാന്ധാരി മാതാവും പറയാ, അതേ മഹർഷി, ഒരു ദുഃഖമുണ്ട്. എന്താ ദുഃഖം? ഞങ്ങളുടെ മക്കൾ കൗരവർ 100 മക്കളാ മരിച്ചു പോയത്. ഇവരെല്ലാം മരിച്ചു എന്നുള്ള ആ ഒരു വിഷമം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. പറയുമ്പോൾ 16 വർഷമായി ഈ വിഷമം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. അതിന് ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു കൊടുക്കുകയാണ്, ആ വിഷമം ഓർത്തിട്ട് നിങ്ങൾക്ക് സമാധാനം ഇല്ലെങ്കിൽ ഒരു പരിഹാരമുണ്ട്. എന്താ പരിഹാരം? നമ്മൾ പൊതുവെ എന്ത് വിഷമം വന്നാലും അതിനൊരു പരിഹാരം കാണും. പരിഹാരം ഇല്ലാത്ത ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാ സത്യം. നമ്മൾ വെറുതെ ഊതി വീർപ്പിച്ച് ഇപ്പോൾ ഒരാളുമായിട്ടൊരു സ്പർദ്ധ വന്നാൽ ആ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ നമ്മൾ തയ്യാറായാൽ അതിഥി ദേവോ ഭവ, ഒരിക്കലും ആട്ടിയിറക്കില്ല. ഇത്തിരി ആത്മീയ സംസ്കാരം ഉണ്ടെങ്കിൽ അവിടെ ഒത്തൊരുമിച്ച് ഇരുന്ന് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ എല്ലായിടത്തും ഉള്ളൂ. പക്ഷെ ആരും അതിന് തയ്യാറാവില്ല. എന്താ? നമ്മുടെ ആ ഒരു ഈഗോ ഉണ്ടല്ലോ, ഞാനെന്ന ഭാവം, അഹങ്കാരം. അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നതും. അല്ലെങ്കിൽ ഇവിടെ സ്വർഗമായി മാറിയില്ലേ? ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു, വിഷമമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെയൊക്കെ ഒന്ന് കാണണം എന്നാണ് ആഗ്രഹം. മഹർഷിക്ക് സാധിച്ചു തരാൻ പറ്റുമോ? നമ്മളുടെ മനസ്സിലുണ്ടാവൂലേ മരണപ്പെട്ട അമ്മയെക്കുറിച്ച് അച്ഛനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരു തവണ കൂടി ആ ജീവനോടെ ഒന്ന് കാണണം, വലിയൊരു ആഗ്രഹം. ഈ ആഗ്രഹം ചോദിച്ചപ്പോൾ സാധാരണക്കാരാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. പക്ഷെ ഇവിടെ മഹർഷി പറയാണ്, സാധിപ്പിച്ചു തരാം. എങ്ങനെയാ? നിങ്ങളെല്ലാവരും നാളെ രാവിലെ കുളിച്ച് ശുദ്ധമായി ഗംഗാ നദിയുടെ തീരത്തേക്ക് വരണം. ഇവരെല്ലാവരും അതെ, അവിടെ വന്നാൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. മഹർഷീശ്വരനാ പറയുന്നത്. സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ. തപസ്സീശ്വരന്മാർ പറയുന്ന കാര്യങ്ങൾ സത്യമാകും. എന്താ ചെയ്തത്? പിറ്റേ ദിവസം രാവിലെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റു, കുളിച്ച് ശുദ്ധമായി ഗംഗയുടെ ആ തീരത്തേക്ക് പോവുക. അപ്പോൾ കുംഭമേളയൊക്കെ നടന്നില്ലേ? ഒരുപാട് പേര് പോയി കുളിച്ചില്ലേ? തത്വം അറിഞ്ഞ് ആരാധിക്കണം എന്നാ. ഇങ്ങനെ കുളിച്ച് ശുദ്ധമായി ധൃതരാഷ്ട്രർ, ഗാന്ധാരി, പിന്നെ പഞ്ചപാണ്ഡവർ, കുന്തി മാതാവ് എല്ലാവരും കൂടി ഗംഗയുടെ തീരത്ത് ചെന്ന് നിന്നു. നമ്മുടെ ഭാരതത്തിൽ ഗംഗാനദി ഇപ്പോഴും നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യയുടെ നാഷണൽ റിവർ എന്നും പറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. അവിടെ ചെന്ന സമയത്ത് കുറച്ചു നേരം കാത്തു നിന്നു. വ്യാസമഹർഷി വന്നിട്ടില്ല. അവരവിടെ ക്ഷമയോടുകൂടി കാത്തു നിന്നു. ആലോചിച്ച് നോക്കൂ, നമ്മളാണെങ്കിലോ വരാൻ പറഞ്ഞിട്ട് കാണാനില്ല. അപ്പോഴേക്ക് നമ്മുടെ ക്ഷമ പോയില്ലേ? ഇവിടെ ക്ഷമയോടുകൂടി അവർ കാത്തിരിക്കുക. അവസാനം ഇതേ വ്യാസമഹർഷി അങ്ങനെ നടന്നു വരികയാണ്. അവരോട് പറയുക, അസ്തമയം ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാത്തിരുന്നു. വൈകുന്നേരം വ്യാസമഹർഷി വന്നത്.
വന്ന സമയത്ത് ചോദിച്ചു, കുറേ സമയമായല്ലേ കാത്തിരിക്കുന്നു? അതെ, മഹർഷീശ്വരന്മാരല്ലേ, അവർക്ക് ഒരുപാട് തിരക്കുകളുണ്ട്, ഒരുപാട് ചിട്ടകളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞ് വ്യാസമഹർഷി അങ്ങോട്ട് വരികയാണ്. സമയത്ത് എല്ലാവരും എഴുന്നേറ്റു, കുലഗുരുവിനെ പോലെ അങ്ങോട്ട് നമസ്കരിച്ചു. നമസ്കരിച്ചതിന് ശേഷം ഇനി കാണിച്ചു തരൂ എന്നാ ക്ഷമയില്ലാതെ. എന്താ ക്ഷമയില്ലാത്തത്? അവനവൻ്റെ മരിച്ചു പോയ മക്കളെ, ഒരുപാട് കുലസ്ത്രീകളുണ്ടായിരുന്നു അത്ര ഈ യുദ്ധത്തിൽ മരണപ്പെട്ട ഭർത്താക്കന്മാരെ കാണാൻ ആഗ്രഹിച്ചു വന്നിട്ട് എല്ലാവരോടും പറയാണ്, ഇപ്പൊ കാണിച്ചു തരാം, നന്നായി മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വ്യാസമഹർഷി ഗംഗയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഗംഗയിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? നന്നായി ഒന്ന് മുങ്ങി ശരീരം അങ്ങോട്ട് ശുദ്ധമാക്കി സ്നാനം ചെയ്തു. കുളി അങ്ങോട്ട് കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്നറിയോ? ധ്യാനത്തോടുകൂടി അങ്ങ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം ഓരോ പേരുകൾ അങ്ങനെ വിളിക്കുക. ആരെ വിളിച്ചിട്ടുണ്ടാവുക? ഭീഷ്മാചാര്യരെ വിളിച്ചു, ഭീഷ്മ പിതാമഹനെ വിളിച്ചു, ദ്രോണാചാര്യരെ, ഇങ്ങനെ ഓരോ പേരുകൾ ചൊല്ലി വിളിച്ചപ്പോൾ മരിച്ചു പോയ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മരിച്ചു വീണ ഓരോ മഹാരഥന്മാരും ആ ഗംഗാ നദിയിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങി വരിക. വിശ്വാസം തോന്നില്ല അല്ലേ? പക്ഷേ ഇത് സംഭവിച്ചതാ. ഇത് ഇഹ ആസീത്, ഇത് ഇവിടെ സംഭവിച്ചതാണ്. അതാണ് ഇതിഹാസം. ഗംഗാ നദിയിൽ നിന്നും ഭീഷ്മാചാര്യർ, ദ്രോണാചാര്യർ, കൗരവർ, കർണൻ എല്ലാവരും അങ്ങനെ ഉയർന്നു വരിക. ഈ കർണൻ വന്നത് പ്രത്യേകം പറയാൻ എന്താ കാരണം എന്നോ? ഇവരെല്ലാവരും സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുന്തി മാതാവ് സദസ്സിലേക്ക്, ആ സഭയിലേക്ക് കയറി വന്നു. വ്യാസഭഗവാനെ നമസ്കരിച്ചിട്ട് പറയാണ്, ഹേ മഹർഷി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ഒരു വിഷമം ഉണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ കൗരവരെ കാണണം എന്ന് പറഞ്ഞില്ലേ, കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞില്ലേ, പക്ഷേ എനിക്ക് കർണനെ കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദന കൊണ്ട് പുളയും എന്ന് പറയാ. എന്താ കാരണം? കുന്തി മാതാവ് കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായ കുട്ടിയാണ് ആര്? കർണൻ. അത് തന്നെ നമുക്കൊരു വിഷമല്ലേ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ. അവിടെ ഒരു സത്യം വേദവ്യാസ മഹർഷിയോട് കുന്തി മാതാവ് പറയാണ്, ഹേ വ്യാസമഹർഷി, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ, അതായത് ആ കൗമാരത്തിൻ്റെ ഒരു കൗതുകത്തിൻ്റെ പ്രായത്തിൽ ഒരു ദിവസം രാജകൊട്ടാരത്തിൽ ആര് വന്നു? ദുർവാസ മഹർഷി കയറി വന്നു. ദുർവാസ മഹർഷി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നന്നായി പരിലാളിക്കണം. വലിയ ദേഷ്യക്കാരനാ, പക്ഷെ മഹർഷീശ്വരന്മാരെ ശുശ്രൂഷിച്ചാൽ അവർ വരം തരും, നിന്നെ അനുഗ്രഹിക്കും. ഞാനത് വിശ്വസിച്ചു. എന്ത് ചെയ്തു? പേടിയോടുകൂടി, ദുർവാസാവിന് എന്താ ദേഷ്യ, വളരെയധികം ഭയഭക്തി ബഹുമാനങ്ങളോടെ ഞാൻ ദുർവാസ മഹർഷിയെ പരിലാളിച്ചു. മഹർഷിക്ക് സന്തോഷമായി, എനിക്ക് വരവും തന്നു. എന്താ വരം തന്നത്? നിന്റെ ശുശ്രൂഷയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, നിനക്ക് ഞാനൊരു വരം തരാം. ഈ വരം വേണ്ടാന്ന് പറയാനും പേടിയായിത്രേ. ചെറുപ്പല്ലേ, ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു കൗമാരത്തിൻ്റെ ഒരു 20 വയസ്സ് പ്രായം. ഒന്നും പറഞ്ഞില്ല, അവിടെ തൊഴുത് അങ്ങനെ നിന്നപ്പോൾ പറയാ, നിന്നിൽ ഞാൻ സംപ്രീതയായി 5 വരം തരാം. എന്താ? 5 മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. നീ ഏതൊരു ദേവനെയാണോ വിളിക്കുന്നത്, ധ്യാനിക്കുന്നത്, ആ ദേവനിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. വേണ്ടാന്ന് പറയാനും ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാനത് സ്വീകരിച്ചു. പിന്നീട് ഒരു ദിവസം രാവിലെ സൂര്യഭഗവാൻ അങ്ങനെ ഉദിച്ചുണർന്ന് വരുന്ന സമയത്ത് എനിക്കൊരു കൗതുകം തോന്നി, കുട്ടികൾക്ക് തോന്നുന്ന അതേ കൗതുകം. ഈ വരം സത്യമാവോ ഒന്ന് പരീക്ഷിച്ചാലോ? ഞാൻ വെറുതെ ആ സൂര്യഭഗവാനെ ഒന്നങ്ങനെ മനസ്സിൽ ധ്യാനിച്ചു. ആ സമയത്ത് സൂര്യഭഗവാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട്, നിനക്ക് ഞാനൊരു വരം തരാം, എന്നെ പോലെ ഉജ്ജ്വലനായ ഒരു സൂര്യപുത്രനെ നിനക്ക് ഞാൻ തരാം. അപ്പോൾ പറയാണ്, ഞാൻ കന്യകയാണ്, ഈ കുട്ടിയുമായി എനിക്ക് പോവാൻ പറ്റില്ല, അയ്യോ അരുത്. അപ്പോൾ പറയാ, എന്നെ ധ്യാനിച്ച് വരുത്തി കഴിഞ്ഞാൽ എനിക്ക് അനുഗ്രഹിക്കാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട, നീ എന്തായിരിക്കും? കന്യക തന്നെയായി മാറും, കുഞ്ഞുണ്ടായാലും എന്നൊരു വരം കൂടി കൊടുത്തു. പേടിച്ചിട്ട് അതും സ്വീകരിച്ചിട്ട് ഈ കുന്തിദേവി വീട്ടിലേക്ക് പോയി. അച്ഛനൊന്നും അറിയാതെ ആ ഗർഭത്തെ താലോലിച്ച് പ്രസവിച്ച് കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി ഒഴുക്കി. ആ കഥ അറിയാലോ. ഇങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്തു. അതിനുശേഷം സ്വന്തം അനുജന്മാരായ പഞ്ചപാണ്ഡവർ, കർണൻ സ്വന്തം ജ്യേഷ്ഠനെ യുദ്ധം ചെയ്ത്, ചതിയിലൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം, കൃഷ്ണൻ അവിടെ ധർമ്മം ഉപദേശിക്കുന്നുണ്ട്, വീഴ്ത്തി കൊന്നുകളഞ്ഞു. എനിക്ക് അവരോട് പറയാൻ കഴിഞ്ഞില്ല, നിങ്ങളുടെ ജ്യേഷ്ഠനാണ്, കൊല്ലരുത് എന്ന് പറയുന്നുണ്ട്. ഒരു തവണ പറഞ്ഞു, പക്ഷെ അത് അവരൊന്നും അംഗീകരിച്ചില്ല. കർണൻ എന്താ പറഞ്ഞത്? അതിലും വലിയ വിഷയം കർണൻ പറയാണേ, ഇത്രയും കാലം എനിക്കിത് അറിയാമായിരുന്നു, അതിനു മുമ്പേ അതറിയേണ്ട ഒരവസ്ഥ വരുന്നുണ്ട് കഥയിൽ.
പക്ഷേ എന്നെ എടുത്ത് വളർത്തിയ, രാധേയനായി വളർത്തിയ അമ്മയെയും അച്ഛനെയും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മളെ വളർത്തിയ, പെറ്റു എന്നുള്ളതല്ല, പോറ്റി സംരക്ഷിച്ച് വളർത്തുന്നതാ പ്രധാനം. ഇപ്പൊ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ രക്ഷിക്കുന്നവരാ രക്ഷിതാവ്. ഒരു കുടുംബക്ഷേത്രമാകുമ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. രക്ഷിതാവ് അപ്പൊ രക്ഷിക്കുന്നവൻ. എന്തെന്നാ രക്ഷിക്കുന്നേ? ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇതേ കൊടുക്കൂ. പിന്നെ എന്ത് കൊടുക്കുന്നില്ല? ആത്മീയമായ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. ആത്മീയമായ ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നാമജപത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കുടുംബക്ഷേത്രമാണോ? ശരി, ഒരു പുൽപ്പായം മതി. എന്ത് ചെയ്യാം? ഇവിടെ അങ്ങോട്ട് ഇരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ലളിതാ സഹസ്രനാമം അങ്ങോട്ട് ചൊല്ലാം എന്ന് വിചാരിക്കും. അതിന് കഴിയണമെങ്കിൽ എന്ത് വേണം? രക്ഷിതാവ് അത് നൽകണം. ഇവിടെ രക്ഷിതാവായി മാറാൻ കുന്തി ദേവിക്ക് കഴിഞ്ഞില്ല. എനിക്ക് സർവവും തന്ന് രാജാവാക്കി വാഴിച്ച ആ ദുര്യോധനനെ എനിക്ക് കൈയൊഴിയാനാവില്ല അമ്മേ എന്ന് പറയാം. ആ കർണന് ഇനി ഈ ജലത്തിൽ പൊങ്ങി വരുമ്പോൾ കണ്ടാൽ എനിക്ക് എൻ്റെ വേദന മറക്കാനാവില്ല പ്രഭു എന്ന് പറയുമ്പോൾ വ്യാസമഹർഷി പറയാം, അത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നാൽ കാണിച്ചു തരാം. കർണനെ വിളിച്ചു. ഇങ്ങനെ ഓരോരുത്തരും, കൗരവരെ വിളിച്ചു. 100 പേരും വന്നു. ഒരുപാട് വ്യക്തികളുടെ, സ്ത്രീകളുടെ ഭർത്താക്കന്മാർ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും, ആരൊക്കെ ആ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചോ അവരെല്ലാം പൊങ്ങി വന്നു ഗംഗാ നദിയിൽ നിന്ന്. ഇങ്ങനെയാ വന്ന് നമ്മുടെ മനസ്സിലെന്താ? 16 വർഷം കഴിഞ്ഞ അസ്ഥികൂടം പോലും ഇല്ല അല്ലേ നമ്മുടെ മനസ്സിൽ? പക്ഷെ ഇവിടെ അതല്ല ഉണ്ടായേ. അവരെല്ലാം അന്ന് എങ്ങനെയാണോ യുദ്ധക്കളത്തിൽ മരിച്ചു വീണ് അതുപോലെ തന്നെ ഊർജ്ജസ്വലമായ ശരീരത്തോടുകൂടി നല്ല ദീപ്തമായ വസ്ത്രങ്ങൾ, ആഭരണങ്ങളെല്ലാം ധരിച്ച് പുഞ്ചിരിയോടുകൂടി എഴുന്നേറ്റ് വന്നു. ശരിക്ക് കൗരവരും പാണ്ഡവരും കണ്ടാൽ എന്തായിരുന്നു അവസ്ഥ? പക്ഷേ ഇവിടെ അത് ഉണ്ടായില്ല. കൗരവരെല്ലാം ചിരിച്ചുകൊണ്ട് പാണ്ഡവരോട് സംസാരിച്ചു. മാത്രമല്ല അവർ കരയിലേക്ക് കയറി വന്നു. കർണൻ ചിരിച്ചുകൊണ്ട് അമ്മയെ നമസ്കരിച്ചു. കാരണം മരണത്തിന് ശേഷം എല്ലാ സ്പർദ്ധ, വൈരം, ദേഷ്യം എല്ലാവരും മറന്നിരുന്നു അത്രേ. അതാണ് മരണത്തിന് ശേഷമുള്ള അവസ്ഥ. നമ്മളെന്താ പറയാ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റും കുറ്റമൊക്കെ തീർന്നു എന്ന്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ. മഹാഭാരതം പറയുന്നതാ. ഇവരെല്ലാവരും കൂടി കരയിലേക്ക് കയറി വന്ന് അവനവൻ്റെ ഭാര്യമാരെ ഓരോ പടനായകന്മാർ കണ്ടു. കർണൻ അമ്മയെ കണ്ടു. പഞ്ചപാണ്ഡവരോടൊക്കെ ചിരിച്ച് സംസാരിച്ചു. കൗരവരും പാണ്ഡവരും സംസാരിച്ചു. ആചാര്യന്മാർ സംസാരിച്ചു. അന്ന് രാത്രി അവരവിടെ സന്തോഷത്തോടു കൂടി ഈ ഗംഗാ നദിക്കരയിൽ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ ഇവരെല്ലാം യാത്രയും പറഞ്ഞ് പിരിഞ്ഞു. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണത്തിൻ്റെ ശക്തിയാണ്. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവനാശം അല്ല, ഈ ശരീരം മാത്രമാണ് മരണത്തിന് വിധേയം. ശീര്യതേ ഇതി ശരീര, ഈ നശിച്ചു പോകുന്ന ഒരു സാധനമാണ് ശരീരം. എന്താ അത് നശിക്കാൻ കാരണം? നമ്മൾ ജനിച്ചു വന്നപ്പോൾ 2 കിലോ ഉള്ള കുട്ടിയാണ്. പിന്നെ ഇവിടെ നിന്ന് എടുത്ത് കഴിക്കുകയാണ്. ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന ജലം, ആഹാരം, അതെ, ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാ. വായു, ഇവിടെ കടന്നുറങ്ങാനൊരു സ്ഥലം, സ്പേസ്, ആകാശം, ഇതെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എടുത്താണ് ഈ ശരീരം 60 കിലോ ആക്കുന്നത്. 60, ചിലർ 70 ഉണ്ടാവും, ചിലർ 50 ഉണ്ടാവും. ഇങ്ങോട്ട് വാങ്ങിയതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കണം. അതാണ് മരണം എന്ന് പറയാം. മരണത്തിലൂടെ എല്ലാ സ്പർദ്ധയും വൈരവും അവസാനിക്കുന്നു എന്ന് മഹാഭാരതം കഥ കാണിക്കുന്നു. അപ്പോൾ ഒരു കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടായിട്ട് ഇത്തിരി വാശിയും വൈരാഗ്യവും അത് ഇന്നാൾ നടന്നതാ അങ്ങോട്ട് പോണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതിലൊന്നും ഒരർത്ഥമില്ല എന്ന് പറയാം. മരണശേഷം നിങ്ങൾ എങ്ങാനും ഇതുപോലെ ഒരു ഗംഗാ സ്നാനത്തിന് വേണ്ടി സ്വന്തക്കാർ വരുമ്പോൾ അവിടെ വെച്ച് നിങ്ങളെ ധ്യാനിച്ചാൽ, സത്യസന്ധമായി ധ്യാനിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ചിരിച്ച് സംസാരിക്കും. അതിപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ചിന്തിച്ചാൽ പോലെ. ഇങ്ങനെ മഹാഭാരതം നമ്മളോട് പറയാം. ഇനി മരണം എത്തുമ്പോൾ, എന്തേ മരണം എന്ന് പറഞ്ഞാലുള്ളൂ? ഒരു ഉറക്കം മാത്രം. മരണത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നവരുണ്ട്. ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാത്രി അങ്ങോട്ട് ഉറങ്ങി കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കും, ഒരു ഉറപ്പുമില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. നമുക്കറിയില്ല ഈ കുമ്പള എപ്പോഴാ പൊട്ടി പോവാന്ന്. ഞാനപ്പന പറയുന്നതാ. നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ കൈയൊക്കെ നിവർത്തിയ കിടന്നുറങ്ങില്ലേ, മരണം പോലെ. അതുകൊണ്ടാണ് ഓരോ ഉറക്കങ്ങളും ഓരോ മരണത്തിന് തുല്യമാണ് എന്ന് പറയുന്നത്. ഈ മരണം അങ്ങോട്ട് കഴിഞ്ഞ് രാവിലെ നീക്കുമെന്നൊരു ഉറപ്പുമില്ല. ഇതുപോലെ സുഖമായ ഒരു ഉറക്കം
തുടക്കമാണ് മരണം. ഇനി ഗീത പറയുന്നതോ വാസാംസി ജീർണാനി യഥാ വിഹായ എന്നും പറഞ്ഞൊരു ശ്ലോകമുണ്ട്. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു ജീർണ വസ്ത്രം പോലെയാണ്. രാമായണം അതന്നെ പറയുന്നു, ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ശരീരത്തിലിരുന്ന് ഇനി ഒരു കർമ്മം ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ശരീരം നമ്മൾ ഉപേക്ഷിക്കുന്നു. ഒരു കീറിയ വസ്ത്രം ഇനി ധരിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ മാറ്റിവെച്ച് പുതിയ വസ്ത്രം ധരിക്കും പോലെ ആത്മാവ് വീണ്ടും വീണ്ടും ജനിക്കും. പുനരഭിജനനം പുനരഭിമരണം, മരണവും ജനനവും എന്ന് പറയുന്നത് അത്ര വലിയ വിഷമിക്കേണ്ട കാര്യമല്ല. ഇനി മരണം ഉണ്ടായില്ലെങ്കിലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പണ്ട് കാലത്ത് കാലനില്ലാത്ത കാലം ഉണ്ടായിരുന്നു അത്രേ. അതായത് എത്രയോ മുത്തച്ഛൻ മുത്തച്ഛൻ ഇരിക്കുന്നു, മരണം വരുന്നില്ല, പ്രാഞ്ചി നടക്കും, ഇവർക്ക് ഭക്ഷണം തികച്ച് കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാവില്ലേ? മരണം എത്രയും പെട്ടെന്ന് വരികച്ചാൽ അത് നമ്മുടെ ഭാഗ്യമാണെന്ന് കൂട്ടുക. പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണയിലൊന്നും വയസ്സാവേണ്ട പ്രശ്നമില്ല. വയസ്സായാലത്തെ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നേരെ നടക്കാൻ വയ്യ, കണ്ണ് നേരെ കാണില്ല, ചെവി നേരെ കേൾക്കില്ല, അങ്ങനെ കുന്തി എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനിരിക്കണേ? അപ്പം മരണം നല്ലതല്ലേ? ചിലർ പറയണത് കേൾക്കാം, എന്താണ് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. മദ്യയി കിടന്നിട്ട് മനസ്സുകൊണ്ട് മടുത്തിട്ട് അവരെന്തിനാ ആഗ്രഹിക്കുക? മരണത്തെ ആഗ്രഹിക്കുക. ഈ വയസ്സായ മുത്തശ്ശിയെ മരണം കാണുന്നില്ല, 4 ദിവസം കഴിഞ്ഞ് ആരെയാ? ചെറുപ്പക്കാരനായ മരുവനെയാണ് അറ്റാക്ക് അടിച്ചു കൊണ്ടുപോയി പറയുന്നത്. അതുകൊണ്ട് മരണത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. ഗീതയിലെ 2-ാം അധ്യായം അത് പ്രത്യേകം ആത്മാവിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. നമ്മളിവിടെ ഈ ഗീത എടുക്കണം എന്ന് പറയും. ഗീതയില് നമ്മളോട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയോ? പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം. പരം ഭൂയ പ്രവക്ഷ്യാമി. ഹേ പരം എന്ന് പറഞ്ഞാൽ പരം തപ. അർജുനെ വിളിക്കുകയാണ്. പ്രവക്ഷ്യാമി, നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എന്താ പറഞ്ഞു തരാം? ജ്ഞാനാനാം ജ്ഞാനമുത്തമം. ജ്ഞാനങ്ങളിൽ വെച്ച് ഉത്തമമായ ജ്ഞാനം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആ ഉത്തമമായ ജ്ഞാനം മനസ്സിലാക്കുന്നില്ല. അതിനുവേണ്ടി എന്തെടുക്കുന്നില്ല? ഗ്രന്ഥങ്ങൾ എടുക്കുന്നില്ല. ഗ്രന്ഥങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഈ സ്പർദ്ധയൊക്കെ ഒരു ചിരിയിലൂടെ മാറ്റാൻ നമുക്ക് കഴിയും. ഇനി അതേപോലെ തന്നെയാണ് നമ്മളോട് പറയുന്നത്. എന്താണോ നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കുക. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. ഹേ പരന്തപ, അർജുനനെ വിളിക്കുകയാണ്. എന്താ പറയുന്നത്? ക്ലൈബ്യം മാസ്മഗമ, നിന്റെ ഈ ക്ഷീണവും വലച്ചിലും ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ നീ മാറ്റിവെക്കൂ. എന്ത് ചെയ്യണം? എഴുന്നേറ്റ് കർമ്മം ചെയ്യൂ. ഗീത കർമ്മശാസ്ത്രമാണ്. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജയ ജയ ജയ, നീ കർമ്മം ചെയ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേസമയം ഭാഗവതം എന്താ പറയുന്നത്? തപ തപ തപ, ആത്മബലം ഉണ്ടാകാനാണ് അത്രേ ഭാഗവതം. ഭാഗവതത്തിലൂടെ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ സപ്താഹത്തിനൊക്കെ പോവാറില്ലേ? ഇതിലും വലിയ ഒരു സുഖം ഇനി വേറൊന്നും ഇല്ല എന്ന് തോന്നും. ആ ഒരു സുഖം, അതായത് 3 തരം ആനന്ദമാണ് അത്രേ നമ്മൾ മനുഷ്യർക്ക്. ഒന്ന് ലൗകികാനന്ദം, അതായത് ഈ സാധാരണ ജീവിതത്തിൽ നമ്മളങ്ങനെ എങ്ങനെയാ? രാവിലെ എഴുന്നേൽക്കണു, കുളിക്കണു, ഭക്ഷണം കഴിക്കണു, ജോലിക്ക് പോകണു, കിടന്നുറങ്ങണു. ഇതെന്താ പറയുക? ലൗകികാനന്ദം. ഈ വിഷയാനന്ദം ഇത് മാത്രമായി ജീവിക്കുന്നവരുടെ കാര്യം എന്താണോ? ഒരു മൃഗം പോലെയെന്നാ. എന്താ ശങ്കരാചാര്യസ്വാമി പറഞ്ഞ്? മനുഷ്യരൂപേണ മൃഗം ചരന്തി. മനുഷ്യന്റെ രൂപയുള്ളൂ അവരെന്താ? മൃഗത്തെ പോലെ. മൃഗങ്ങളെ എങ്ങനെയാ? ഉണ്ണുക, ഓരിടുക, കിടന്നുറങ്ങുക, അതുപോലത്തെ ജീവിതം. ഇനി അതൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ജീവിച്ചാൽ പോരാ. ഇപ്പോൾ ഒരു പ്രഭാഷണമൊക്കെ, ഇപ്പോൾ ഈ യൂട്യൂബ് ദൈവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഓൺലൈൻ ദൈവങ്ങൾ. അപ്പോൾ കേൾക്കുകയാണ് ഒരു ദിവസം പ്രഭാഷണം. അങ്ങനെ ജീവിച്ചാൽ മൃഗങ്ങൾക്ക് തുല്യമാണ്, അതുകൊണ്ട് അത് പോരാ, ഒരു ക്ഷേത്രത്തിൽ പോകണം. അങ്ങനെ വന്നു. അപ്പോഴാണ് അവിടെ ഒരു മാതൃസമിതിയിൽ, നിങ്ങൾക്ക് എന്ത് സുഖ, കുടുംബക്ഷേത്ര മാതൃസമിതിയൊക്കെ കണ്ട് രൂപീകരിച്ചാൽ എത്ര ആളായി. എൻ്റെ കുടുംബക്ഷേത്രം എന്നുള്ളൊരു ഭാവവും അവിടെ ഉണ്ടാവും അല്ലേ? എൻ്റെ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഒരു അടുപ്പാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു ഗ്രന്ഥം തുറക്കാൻ തോന്നുക, ഒരു ഭജന. ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ അഷ്ടകം, ഭഗവതിയുടെ അഷ്ടകം, ശ്വേതാംബരധരേ ദേവി എന്നും പറഞ്ഞ് ആ അഷ്ടകം അങ്ങോട്ട് ചൊല്ലി സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതിനാണ് ഭജനാനന്ദം എന്ന് പറയുക. രാവിലെ നിങ്ങൾ സഹസ്രനാമം ചൊല്ലിയില്ലേ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. അമ്മയെ ഇവിടെ ഇരുന്ന് അങ്ങനെ ധ്യാനിക്കുക. അമ്മയുടെ 1000 നാമങ്ങൾ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നതാ ലളിതാ സഹസ്രനാമം. ഇതിൽ
ഇതിനും വലിയ ഒരു സഹസ്രനാമം വേറെ ഇല്ല എന്നാ. കാരണം ഒരേ നാമം ആവർത്തിച്ചു വരുന്നതാണ് മറ്റെല്ലാ സഹസ്രനാമങ്ങളും. ലളിതാ സഹസ്രനാമത്തിൽ ആവർത്തനം ഇല്ല. അപ്പൊ നമുക്ക് 1000 നാമങ്ങളും ചൊല്ലാൻ കഴിയും. അങ്ങനെ ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് അത് ചൊല്ലണമെങ്കിൽ ഇച്ഛാശക്തി, ആദ്യം തന്നെ ഇച്ഛ, ആഗ്രഹം ഉണ്ടാവണം. ആഗ്രഹം ആർക്കാ? മനസ്സിനുള്ളിൽ ആഗ്രഹം എന്തിനോടാ? സമ്പത്തിനോടാ. അതാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. ഇനി ജ്ഞാനശക്തി എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായി, പക്ഷേ ഇവിടെ വന്നു, എന്നാലും ഒന്ന് ഇരിക്കാൻ തോന്നിയില്ല. ഇവിടെ ഇരുന്നു, കുറച്ച് സമയം ഒരു പ്രഭാഷണം കേട്ടാൽ എന്തുണ്ടാവും? ജ്ഞാനശക്തി ഉണ്ടാവും. കാരണം ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ ഉണ്ടാവണ്ടേ. ഭക്തി ഉണ്ടായാലേ ഇങ്ങോട്ട് വരൂ. അപ്പൊ തോന്നും ഇത്തിരി അറിവ് നേടാൻ. ഇതൊക്കെ ഇപ്പൊ എന്താണാവോ? ജ്ഞാനം നേടും. ജ്ഞാനം ആർക്കാന്നറിയോ? നമ്മളുടെ ബുദ്ധി ആർക്കാ? സരസ്വതി ദേവിക്ക. ഇതും കഴിഞ്ഞാൽ പിന്നെ തലച്ചോറിന് സരസ്വതിയും കഴിഞ്ഞാൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ക്രിയയാണ് പിന്നെ ഇവിടെ ഇരുന്ന് നാമജപമൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോയില്ലേ, അത് നമ്മളുടെ അംഗങ്ങൾക്ക്, അതായത് നമ്മളുടെ ശരീരാവയവങ്ങൾക്ക്. അതാണ് പാർവതി ദേവി. ഇത് മൂന്നും നമ്മുടെ വിളക്കിലും ഉണ്ട്. ഇതുണ്ടോ? പൊന്നാണയം പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന, എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിളക്ക് ഓങ്കാരം മുഴക്കുന്നുണ്ട് എന്നാ പറയുക, ആ എരിച്ചിലിൻ്റെ ശബ്ദം. അതേസമയം ഇത് ലക്ഷ്മിയെ സൂചിപ്പിക്കുന്നതാ. ഈ നാണയം പോലത്തെ കളറ്. ഇതിനൊരു ചൂടുണ്ട്. മഹാദേവന്റെ ചൂട് ശ്രീപാർവതിയല്ലേ, അതാണ് പാർവതി എന്ന് പറയുന്നത്. ഇനി ലക്ഷ്മി എന്ന് പറയുന്നതാണ് ആ നാണയത്തിന്റെ കളറ്. എങ്കിലോ ഇതിൽ നിന്നും ഒരു പ്രകാശം ഉണ്ടാകുന്നുണ്ട്. അതാണ് ബുദ്ധി, സരസ്വതി. ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും ഇണക്കി ചേർത്ത് ഒരു ക്ഷേത്ര ആരാധനയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, ഇവിടെ വന്നിരുന്ന് നാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതാണ് ഭജനാനന്ദം. ഒരു ഭജന നിങ്ങൾ എല്ലാവരും ചേർന്നാണ് ചൊല്ലുമ്പോൾ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വന്നിരുന്നു അമ്മയാണ്, അമ്മയെ കുറിച്ച് അങ്ങോട്ട് ജപിക്കുക. അമ്മേ മഹാമായേ ആദി പരാശക്തി ദേവി ദയാമയേ വിജ്ഞാനദായിനി എന്നും പറഞ്ഞ് ആ ഗഞ്ചറൊക്കെയാണ് കൊട്ടി കുട്ടികളും അമ്മമാരും എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഭജന കൊടുത്താൽ എന്താ? ഭജനാനന്ദം. അപ്പൊ നിങ്ങളുടെ മനസ്സിങ്ങനെ തുടിക്കൂത്രേ. എന്തിനാ തുടിക്കുന്നതെന്നറിയോ? കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും. നമ്മുടെ ജീവൻ ഇങ്ങനെ പൊങ്ങൂത്രേ ആ സമയത്ത്. അതാണ് ഭജനാനന്ദം. അപ്പൊ സന്ധ്യയായ നിങ്ങൾ ഭജന നാമം ജപിക്കുമ്പോൾ കിട്ടുന്ന സുഖം. ഇനിയും 2 സുഖവും കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കുന്ന സുഖമാണ് എന്ത്? പരമാനന്ദം, അതായത് ബ്രഹ്മാനന്ദം. അതായത് കുറേ ഈശ്വരജ്ഞാനം എല്ലാം നേടി, ഭജൻസ് എല്ലാം ചൊല്ലി, അതിലൂടെ നമ്മൾ ഗ്രന്ഥങ്ങളിലേക്ക് കയറി ഇത്തിരി വേദമന്ത്രമൊക്കെ പഠിച്ചു. ഇനി വഴങ്ങുന്നത് മതി. നാരായണിയൊന്നും വയ്യ ടീച്ചറെ, എനിക്കത് അങ്ങോട്ട് കൂട്ടിയാൽ കൂടുന്നില്ല, രാമായണം മതി, അതും അല്ലെങ്കിൽ ജ്ഞാനപ്പാന ആയാലും മതി. ഏതെങ്കിലും ഒരു ഗ്രന്ഥം നമ്മുടെ സ്വന്താക്കുക, അത് വായിച്ച് ഭഗവാന് അല്ലെങ്കിൽ ശ്രീ ഭഗവതിക്ക് എന്നും അങ്ങോട്ട് സമർപ്പിച്ച് അവസാനം നമ്മൾ എങ്ങോട്ട് എത്തിച്ചേരും? നാമജപത്തിലൂടെ, ഓങ്കാരം മുഴക്കുന്നതിലൂടെ മോക്ഷം നേടാം എന്നാ പറയുന്നത്. എന്താ? കഠോപനിഷത്ത് എന്നൊരു ചെറിയൊരു കുട്ടി പുസ്തകമുണ്ട്, അത് വായിക്കണം. കഠോപനിഷത്തില് ഓങ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഓം ഇത്യേതി എന്നാ പറയുന്നത്. അതേസമയം ഓങ്കാരമാണ് ബ്രഹ്മം എന്ന് ഗീതയും പറയുന്നുണ്ട്. ഗീത പറയുന്ന അത് തന്നെ ഉപനിഷത്ത് പറയുന്നത് എന്താ? ഉപനിഷത്ത് കറന്നെടുത്ത് വെച്ചതാണ് ഗീത. ഇവിടെ കഠോപനിഷത്തില് നചികേതസിന്റെ ഒരു കഥയുണ്ട്. അതായത് നചികേതസ് ഒരു ചെറിയ കുട്ടിയാ. ആ കുട്ടി വലിയൊരു രാജാവിൻ്റെ മകനായിരുന്നു. രാജാവ് ഒരു യാഗം നടത്തി. അതായത് 4 യുഗങ്ങളാ, കൃതം, ത്രേതം, ദ്വാപരം, കലി. കൃതയുഗത്തിൽ എന്ത് വേണം? ധ്യാനം. ധ്യാനിച്ചിരുന്നാൽ മാത്രമേ മോക്ഷമുള്ളൂ. ത്രേതായുഗത്തിലോ യാഗങ്ങളും യജ്ഞങ്ങളും നടത്തണം. ദ്വാപരത്തിലെ പൂജാതി കർമ്മങ്ങൾ നടത്തണം. കലിയുഗത്തിൽ നാമജപം മദീന. ഇങ്ങനെ യാഗങ്ങളൊക്കെ നടത്തി അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഇനി നമുക്ക് യാഗം സമർപ്പിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ സമർപ്പണവും കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യണം? ദാനം നൽകണം. ബ്രാഹ്മണർക്ക് ദാനം നൽകണം എന്നാ. ദാനം നൽകുന്ന സമയത്ത് ഇദ്ദേഹം എന്താ ചെയ്യുന്നത് അറിയോ? ഈ കുട്ടിക്ക് നല്ല ബുദ്ധിയുണ്ടേ. അത് മാറി നിന്ന് ഇങ്ങനെ നോക്കുക അച്ഛൻ ദാനം ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുക? കൊടുക്കുമ്പോൾ ഏറ്റവും മോശമായതൊക്കെ കൊടുക്കും, നല്ലതൊക്കെ നമുക്ക് മാറ്റി വെക്കൂലേ? അതുപോലെ ഈ രാജാവും എന്ത് ചെയ്തു? ഈ ചാവാലി പശുക്കളെ, അന്നൊക്കെ പശുദാനം എന്നാ പറയാം, പശുക്കളെ, കറവ പറ്റിയ പശുക്കളെയൊക്കെ ഇങ്ങനെ ദാനം ചെയ്യുക. നല്ലതിനെയൊക്കെ തൊഴുത്തിൽ എൻ്റെ മകന് വേണ്ടി നിർത്തി. മകനാണിത് നിന്ന് കാണുന്നത്. മകനപ്പം അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അച്ഛാ എന്നെ ആർക്കാ ദാനം ചെയ്യുന്നത്? അപ്പോൾ ദേഷ്യം വന്നു. മിണ്ടാതെ അവിടെ പോയിരുന്നോ എന്ന് പറയാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് വീണ്ടും ചോദിച്ചു. തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അച്ഛന് പാപം കിട്ടാൻ പോവാന്ന് മനസ്സിലായി കുട്ടിക്ക്. അച്ഛാ എന്നെ ആർക്കാ ദാനം നൽകണേ എന്ന് ചോദിച്ചു.
കാരണം സർവസ്വം ദാനം കൊടുക്കണ്ടേ, അച്ഛൻ്റെ കുട്ടീന് ദാനം കൊടുക്കണ്ടേ, എന്നെ ആർക്കാ ദാനം കൊടുക്കുന്നേ? ദേഷ്യപ്പെട്ടു, വീണ്ടും അവിടെ പോയിരുന്നു. മൂന്നാമതും കുട്ടി വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്നെ ഞാൻ കാലിന് കൊടുക്കുന്നു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ കുട്ടി കുറച്ചുകൂടി സമയം വെയിറ്റ് ചെയ്തു. അച്ഛനോട് പറയാ, ദാനം നൽകൽ കഴിയാറായില്ലേ, ഇന്നെ കാലിന് കൊടുക്കണ്ടേ, യമപുരിയിലേക്ക് പൊയ്ക്കോട്ടെ. അപ്പോഴാണ് അന്തം വെച്ചത്, അയ്യോ ഞാൻ ദേഷ്യപ്പെട്ടിട്ട്. ഇത് നമുക്കുള്ളൊരു തത്വമാണ്. നമ്മൾ വീട്ടിൽ കുട്ടികൾ വന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയാ ദേഷ്യപ്പെട്ടിട്ട് പറയാല്ലേ. ചിലർ അമ്മമാർ അസത്തേ എന്നൊക്കെ വിളിക്കുന്നതാണ്. സത്തേ ഉള്ളൂ ഈ ലോകത്ത്, അസത്തായതൊന്നും ഇല്ല. കുട്ടികളെയൊന്നും ഒരിക്കലും അങ്ങനെ വിളിക്കരുതേന്നാ പറയാ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാനപ്പോൾ എന്നാ പോവട്ടെ അച്ഛാന്നും പറഞ്ഞൊരൊറ്റ ഇറങ്ങി പോകാം. എങ്ങടാ പോണത്? നേരെ കാലൻ്റെ അടുത്തേക്ക് പോവുക, എന്നെ ദാനം കൊടുത്തതല്ലേ എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നിട്ട് കാലന് പണി കൊടുക്കുകയാണ്. എന്താ, എനിക്ക് ഒരു സംശയമുണ്ട്. കുറേ നേരം കാത്തു നിന്നു. അവിടെ ചെന്നപ്പോൾ യമപുരിയിൽ ചെന്നപ്പോൾ കാലനില്ലാത്രേ. കാത്ത് ഇരിക്കുക. ഒരു ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ 3 ദിവസം അവിടെ ഇരുന്നു. തിരിച്ചു വന്നപ്പോൾ കാലനും സന്തോഷമായി. കാരണം ഏറ്റവും വലിയ വ്രതം എന്ന് പറയുന്നത് ഉപവാസമാണത്രേ. ഉപവാസത്തെക്കാൾ വലിയ ഒരു വ്രതം ഇല്ല എന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട്. മഹാഭാരതം പറയാ. നമ്മൾ പറയില്ലേ ഇന്നെനിക്ക് ഉപവാസമാണ്, ഏകാദശിയൊക്കെ എടുത്തിട്ട്, അത് തന്നെ. അങ്ങനെ ഈ കുട്ടി അവിടെ ചെന്ന് ഉപവാസം ഇരുന്നു 3 ദിവസം. കാലനെ കണ്ടപ്പോൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ പറഞ്ഞു, നീ ഇത്രയും ശുദ്ധമായി നല്ല ഒരു ചിന്തയോടുകൂടി ഇവിടെ വന്നില്ലേ, നിനക്ക് ഞാൻ വരം തരാം. അപ്പോൾ പറഞ്ഞു, എന്താ വരം തരണ്ടേ? നിനക്ക് രാജ്യവും ഇനിയുള്ള ജീവിതം തിരിച്ചു പോയിട്ട് ഭൂമി വാഴാൻ, രാജാവായിരിക്കാം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് എന്താണ് ശ്രേയസ്, എന്താണ് പ്രേയസ് എന്ന് പറഞ്ഞു തരണം. അയ്യോ മോനെ, അതങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവസാനം പറയാണ്, ഓം ഇത്യേതി, ഓംകാരം ആണ് എന്ത്, പരബ്രഹ്മം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഓം എന്ന ഒരൊറ്റ മന്ത്രജപത്തിലൂടെ മോക്ഷം നേടാം. ഹൈന്ദവന് ഒരൊറ്റ അക്ഷരമുള്ള മന്ത്രമുണ്ട്, ഓം. 2 അക്ഷരം രാമ, 3 അക്ഷരം ഗോവിന്ദ, 4 അക്ഷരം നാരായണ. അങ്ങനെ നമ്മൾ ഓരോ അക്ഷരങ്ങൾ വെച്ച് പറയുമ്പോൾ ഒരുപാട് നാമങ്ങളുള്ളവരാണ് നമ്മൾ. ഈ ഭഗവതിയുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ എന്താ പറയാറ്, എന്താ പ്രാർത്ഥിക്കാറ്? ഓംകാരം കൂട്ടി ജപിക്കണം. നമ്മൾ വന്നാൽ ആകെ എന്താ ചൊല്ലുക? അമ്മ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ കഴിഞ്ഞൂലേ. അതിൽ ഓംകാരം ഇല്ല. അത് ചൊല്ലണ്ടെന്നല്ല, അത് ചൊല്ലണം. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും, ഋതുവതിയായിരിക്കുമ്പോൾ ഓംകാരം കൂട്ടാതെ ജപിക്കാമെന്നാണ് ഹരിനാമകീർത്തനം പറയുന്നത്. ഓം അത്രയും പരിശുദ്ധമായതുകൊണ്ടാണ് അത് ജപിക്കാത്തത്. ഇനി ഓംകാരം കൂട്ടി ഇവിടെ വന്നപ്പോൾ എന്താ ടീച്ചറെ ജപിക്കാൻ ചോദിക്കില്ലേ? നിങ്ങൾ ഈ സഹസ്രനാമം അർച്ചനയൊക്കെ വെച്ച് നോക്കൂ. ഇവിടെ നിങ്ങൾ ഏതായാലും ഇത്രയും പേരുണ്ടല്ലോ, വൈകുന്നേരം ഒരു വിളക്ക് പൂജ, ഒരുപാട് ചടങ്ങുകളുണ്ട്. അഷ്ടോത്തരം മതി, ദുർഗ അഷ്ടോത്തരം. ഓം ശിവായ നമഃ, ഓം ശിവശക്തി നമഃ, ഓം സിന്ദൂരാരണ വിഗ്രഹായ നമഃ. ഇതൊക്കെ ഭഗവതിയുടെ മന്ത്രങ്ങളാ. എല്ലാ മന്ത്രങ്ങളെയും ഓം ശിവായ നമഃ, ശിവൻ തന്നെയാണെന്നാ പറയണത്. ശിവന്റെ അതേ ശക്തിയാണ് ഭദ്രകാളിക്കും. എന്താദ്യം പറഞ്ഞേ? ഭദ്രം കരോതി ഇതി ഭദ്രകാളി. നിങ്ങൾ അർച്ചന ചെയ്യുമ്പോഴാണ് അത്ര ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം നിങ്ങളെല്ലാവരും എങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും പേര് ഒന്നിച്ചിവിടെ കൂടിയതല്ലേ? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നു കുടുംബത്തിന്, കുടുംബക്ഷേത്രത്തിന്. എന്താ ക്ഷേത്രം? ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. എന്തെല്ലാം ക്ഷയങ്ങൾ, നമുക്കൊക്കെ ഭൗതിക ക്ഷയങ്ങളുണ്ട്, ആത്മീയ ക്ഷയങ്ങളുണ്ട്. എല്ലാവരും അമ്പലത്തിലേക്ക് വരും എന്തിനാ? ഭൗതിക ക്ഷയങ്ങൾ തീർക്കാനാ. മുട്ട് അറക്കാൻ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വണ്ടി മുട്ടണം എന്നുള്ളത് അവസ്ഥ. അതുപോലെ ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുമ്പോഴാണ് ഒന്ന് പോയിട്ട് ഈ കവിടിയൊന്ന് നിരത്താൻ തോന്നുക അല്ലേ? അപ്പം പറയും പണിക്കരെന്ത് പറയും? നിങ്ങൾ ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ടും കാര്യമില്ല കേട്ടോ, ആദ്യം നിങ്ങളുടെ കുടുംബ പരദേവതയെ തൊഴണം. അങ്ങനെ ആവുമല്ലോ നിങ്ങളിപ്പോൾ ഇതൊക്കെ അത്രയും ഉയർത്തി കൊണ്ടുവന്നത്. ഇനി എന്ത് ചെയ്യണം? ഇവിടുന്ന് അങ്ങോട്ട് ഉയർച്ചകളേ ഉണ്ടാവാവൂ. അതിനെന്ത് വേണം? ഭഗവതിക്ക് നമ്മളൊന്നും കൊടുത്തിട്ട് വേണ്ട, എല്ലാം ഭഗവതിയുടെ കയ്യിലുണ്ട്. നമ്മൾ ഇവിടെ വരുമ്പോൾ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു വിളക്കുണ്ടെങ്കിലല്ലേ ഒരു സുഖമുള്ളൂ. അതിനു വേണ്ടിയാണ് വിളക്ക് വെക്കുന്നത്. ഒരു തുടം എണ്ണ കൊണ്ടുവന്ന് ഒഴിക്കുമ്പോൾ നമ്മളുടെ പാപങ്ങൾ എരിഞ്ഞു തീരുന്ന പറയാം. അതിനു വേണ്ടിയാണ് നമ്മൾ വിളക്ക് വെക്കുന്നത്. ഇങ്ങനെ കുടുംബക്ഷേത്രമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സത്സംഗങ്ങൾ. അപ്പോൾ തോന്നും ടീച്ചറെ വിളിക്കാനല്ലേ പ്രഭാഷണത്തിന്? അതല്ല, സത്സംഗം എന്ന് പറഞ്ഞാൽ സത്തുക്കളുമായി സംഘം ഉണ്ടാവുക. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആത്മീയമായി നല്ല ഉന്നതിയുള്ളവരുണ്ടാവും, നാമം ജപിക്കുന്നവര്, സഹസ്രനാമം ചൊല്ലുന്നവരൊക്കെ ഉണ്ടാവും. എല്ലാവരും കൂടിയിരുന്ന് കുറച്ച് പുല്ലായൊക്കെ വാങ്ങിയിട്ടിട്ട് എന്ത് ചെയ്യുക? കൂട്ടമായി വിളിക്കുക. അതെന്തിനാ കൂട്ടമായി വിളിക്കുന്നത്? കൂട്ട പ്രാർത്ഥനകൾ വെക്കും കുടുംബക്ഷേത്രങ്ങളിൽ. എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗം എങ്കിലും അതിൽ പങ്കെടുക്കണം എന്ന് പറയും. കാരണം
കൂട്ടമായി വിളിക്കുമ്പോൾ ഭഗവതിക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല പറഞ്ഞാൽ എഴുന്നേറ്റ് ഓടുന്നല്ല കേട്ടോ. എന്താ ഇപ്പം ഇത്രയും വിളിക്കുന്നേ? ഒന്ന് കണ്ണ് തുറന്ന് നോക്കും. ഇവിടെ വന്നങ്ങോട്ട് വിളിക്കുകയാണ്, ഓം ശിവായ നമഃ, ഓം ശിവശക്തി നമഃ. അപ്പോൾ എന്ത് ചെയ്യും? ഓം ശ്രീ ഭദ്രകാളി നമഃ, ഓം ശ്രീ മഹാദേവ്യൈ നമഃ. അങ്ങനെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ കണ്ണൊന്ന് തുറന്ന് നോക്കും. ഇത്രയും പേര് ഒന്നിച്ചിപ്പോൾ എന്താണാവോ വിളിക്കുന്നത്? നമ്മളെ ഒന്ന് നോക്കിയില്ലേ, ആ ഒരു നോട്ടം മതി, ആ ഒരു വീക്ഷണം മതി. എന്തിന്? നമുക്ക് അനുഗ്രഹം കിട്ടാന്ന. എന്തിനാ അനുഗ്രഹം? ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാനുഭൂതി അനുഭവിക്കാന്ന, അതിനു വേണ്ടിയിട്ട് അനുഗ്രഹം. അല്ലാതെ ഇപ്പോൾ കൽപ്പാന്തം വരെ ഇവിടെ നമ്മളെ തറവാടും ഉണ്ടാവില്ല, ഈ ശരീരം ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പാണ്. ഈ ശരീരം ഇവിടെ കിട്ടി ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇങ്ങനെ തിന്നു കുടിച്ചുറങ്ങലല്ല. ആത്മീയമായിട്ട് ഞാൻ ഹൈന്ദവനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് എനിക്കറിയണ്ടേ? അതിനുവേണ്ടി ലളിതമായ ജ്ഞാനപ്പാന എടുത്ത് നിങ്ങളൊരു സത്സംഗം കൂടുക, എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് ചൊല്ലുക. അപ്പോൾ ചൊല്ലാൻ അറിയാത്തവർ അതുമായിട്ട് വന്നിരുന്ന എന്താ ഗുണമെന്നറിയോ? മറ്റുള്ളവരുടെ കൂടെ ചൊല്ലിയിട്ട് നമുക്കങ്ങോട്ട് പഠിക്കാം. മറ്റൊന്ന്, ഇപ്പോൾ ലളിതാ സഹസ്രനാമങ്ങൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. ഒരാളെടുത്തൊരു തെറ്റ് വന്നു. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യക എന്നും പറഞ്ഞ് ഒരാളങ്ങോട്ട് തുടങ്ങുമ്പോൾ മറ്റേ ആൾ ആദ്യമായിട്ട് വായിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ തപ്പിത്തടഞ്ഞു വരും കൂടെ. പക്ഷെ അതിൽ നിങ്ങൾക്കൊരു ചുതി, ഒരു ദോഷം ഉണ്ടാവില്ല എന്നാ. ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് വിളിച്ചാൽ ഭഗവതി കേൾക്കണമെങ്കിൽ ഒരുപാട് കാലം വിളിക്കണം. കൂട്ടമായി വിളിച്ചാൽ പെട്ടെന്ന് വിളി കേൾക്കും. ഒന്നാമത്തെ തത്വം. രണ്ടാമത്, നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഒരു പാരായണം നടത്തുമ്പോൾ അതിലൊരു തെറ്റ് വന്നാൽ അത് ശരിയായിട്ട് ഒരാൾ ചൊല്ലിയാൽ മതി, ആ പാപം അവിടെ തീർന്നു. അപ്പോൾ കൂട്ടായ്മയുടെ ഗുണം മനസ്സിലായില്ലേ? ഇതിനു വേണ്ടി ആത്മീയമായൊരു സംസ്കാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ പൂർവികർ ക്ഷേത്രം എന്നുള്ള ഒരു സങ്കല്പം തന്നെ വെച്ചത്. എല്ലാ ക്ഷയങ്ങളും മാറ്റാൻ വേണ്ടി നമ്മൾ ഒരുപാട് വഴിപാടുകൾ കഴിക്കും. പക്ഷേ നമ്മളുടെ ആത്മീയമായ ച്യുതികളെ നീക്കം ചെയ്ത് നമ്മുടെ മനസ്സിനെ ഉണർത്താൻ, മനസ്സിനെ ഉയർത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രന്ഥങ്ങൾ തുറന്നേ പറ്റൂ. ഇവിടെ വന്ന എന്താ ചിന്ത? ഇത് ശ്രീ ഭഗവതിയാണ്. അപ്പോഴേക്ക് എന്തായി? ഈശ്വരനെ കുറിച്ച്, ആ ഒരു വലിയ ഒരു ശക്തി, ഇതിനുള്ളിലിരിക്കുന്ന ആ വലിയ ശക്തിയെക്കുറിച്ച്, പ്രപഞ്ചത്തിലെ വലിയ ശക്തിയെക്കുറിച്ച് നമ്മൾ വളരെ വിനയാന്വിതനായി ചിന്തിക്കുന്നു. ഈശ്വര സ്മരണ മാത്രം മതി എന്തിന്? ആത്മീയമായി നമ്മൾ ഉയരാൻ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇതാ ദൈവദശകം വായിക്കുന്നവരുണ്ടാവുമല്ലോ അല്ലേ? എത്ര സുന്ദരമായിട്ട് അതിൽ എഴുതി വെച്ചിരിക്കണേ. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഈ ഒരു വരി മതിയെന്നേ ഒരൊറ്റ പ്രഭാഷണത്തിനുള്ളതുണ്ട്. നീയല്ലോ മായയും മായാവിയും, എല്ലാം എന്താ? ശ്രീ ഭഗവതി തന്നെ. മായ കാണിക്കുകയാണ് നമ്മുടെ മുന്നിൽ വന്നിട്ട്. നമുക്കിങ്ങനെ തോന്നും ഇതൊക്കെ ശരിയാന്ന്. പക്ഷേ ഇതൊന്നും അല്ല ശരി എന്നുള്ളത് എപ്പോൾ തോന്നും? ജീവിതാവസാനത്തിൽ തോന്നും. ഈ മഹാഭാരതത്തിൽ 1500 കഥാപാത്രങ്ങളുണ്ട്. ആ 1500 കഥാപാത്രങ്ങൾ എന്തെല്ലാം വേഷം കെട്ടി ആടി മഹാഭാരതം വായിച്ച് അവസാനം എത്തുമ്പോഴാണ് മനസ്സിലാവുക ഇവരുടെ എല്ലാ പ്രയത്നങ്ങളും വ്യർത്ഥമായിരുന്നു. പ്രത്യേകിച്ച് ഈ സ്പർദ്ധ, ഈ കോലാഹലം ഉണ്ടാക്കുന്നത് ആലോചിച്ച് നോക്കൂ. ഈ തമ്മിൽ പോരടിക്കുന്നത് ഒരു ഗുണം അതുകൊണ്ട് കിട്ടുന്നില്ല. അവസാനം മരണം കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് കൈ കോർത്ത് പിടിച്ച് നടന്നു പോകാനുള്ളവരാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് എന്താ അവസാനം? കൃഷ്ണൻ അവതാരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ പോലും അവസാനം ഒന്നും ഇല്ലാതെ സ്വർഗാരോഹണം ചെയ്ത് ഇവിടെ നിന്നൊക്കെ ഇട്ടെറിഞ്ഞ് പോകേണ്ടി വന്നില്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഇതൊന്നും ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടി ഇങ്ങനെ അല്ലേ, പോകുമ്പോഴോ ഒന്നും വേണ്ട, അതാ കിടക്കണോ, എനിക്ക് കൊണ്ടുപോകണ്ട, അങ്ങനെയല്ലേ. ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അതിൻ്റെ പുറകെ ഓടണേ? അങ്ങനെ ഒരു തത്വം മഹാഭാരതം കഥ നമുക്ക് പഠിപ്പിച്ചു തരും. അങ്ങനെ എത്തണമെങ്കിലോ ഓരോ ഗ്രന്ഥങ്ങളിലൂടെ അങ്ങനെ പോകണം. ഇനി ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു എന്നും പറഞ്ഞിട്ടാണ് മറ്റൊരു വരി വരുന്നത്. അതായത് മഹാദേവൻ ജയിക്കട്ടെ. മഹാദേവന്റെ അംശമാണ് എന്ത്? ശ്രീഭദ്ര. നമ്മൾ ആര് ജയിക്കണം എന്നാ പ്രാർത്ഥിക്കണ്ടേ? നമ്മളൊന്നും അല്ല ജയിക്കേണ്ടത്, ദേവന്മാർ ജയിക്കണം. ഇവിടെ പറയുന്നുണ്ട് വ്യാസമഹർഷി, നമ്മൾ മനുഷ്യർ ദേവന്മാർക്ക് അടിമകളാണ്. നമ്മൾ ഈ പൂജിക്കുന്നതൊക്കെ ദേവതകളെയാ. ഈ ദേവതകളെല്ലാം ചേർന്ന് പിന്നെ ഒന്നേ ഉള്ളൂ. എന്താ പറയുന്നത്? ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. അത് വിഷ്ണു ഭക്തന്മാർ പറയുന്നതാ. നമ്മൾ ഏതെല്ലാം ദേവതകളെ ആരാധിച്ചാലും നമസ്കരിച്ചാലും അതൊക്കെ എങ്ങോട്ടെത്തും? പരബ്രഹ്മത്തിലേക്ക് എത്തും. അപ്പം എന്തേ വേണ്ടൂ? ഏതെങ്കിലും ഒരു ഉപാസന
ഉപാസനാമൂർത്തി. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുടുംബ പരദേവത ഉണ്ടല്ലോ, അപ്പൊ ആര് തന്നെയാ? അമ്മ തന്നെ. മേൽപ്പത്തൂർ എവിടെ പോയിരുന്നു? ഗുരുവായൂര്. ഒരുപാട് കാലം എന്ത് ചെയ്തു? കൃഷ്ണനെ ഭജിച്ച് നാരായണീയം 100 ദശമൊക്കെ എഴുതി. പക്ഷെ എന്നിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് വന്നു നമ്മുടെ ചന്ദനക്കാവിക്ക്. ആരെയാ പിന്നെ ഭജിച്ചത്? കാളിയെ ഭജിച്ചിട്ടാ മോക്ഷം കിട്ടുന്നത്. കാരണം ഈ ഓങ്കാരമായ ശക്തിയായ പ്രകൃതീശ്വരിയായ അമ്മയിൽ നിന്ന് തന്നെയാണ് ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാരുണ്ടായത്. കരുണാമയിയായ അമ്മയിലും വലിയ ഒരു ഉപാസനാമൂർത്തി ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കുക. ഇങ്ങനെ സുഖം എന്താണ്, ദുഃഖം എന്താണ്, മരണം എന്താണ് എന്നെല്ലാം നമ്മൾ അങ്ങനെ ഇരുന്ന് ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട്, അതാണ് ജ്ഞാനപ്പാന പറയുന്നത്, എവിടെയെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും നിങ്ങൾ നാമം ജപിക്കണം. നാമത്തിൻ്റെ ശക്തി എന്താണോ? ഈ കത്തുന്ന വിളക്കില്ലേ, അതിലെ അഗ്നി പോലെയാ നാമങ്ങൾ. നിങ്ങളിവിടെ വന്ന് കൂട്ടമായിരുന്ന് ഇങ്ങനെ ജപിക്കുകയാണെങ്കിൽ നാമജപത്തിലൂടെ, അതായത് ഞാൻ പറഞ്ഞില്ലേ കലികാലത്തിൽ അത് മാത്രം മതി മോക്ഷത്തിന്. ഈ അഗ്നി, ഇപ്പോൾ ആ കുട്ടി വന്നു അതിനെ ആ കളറ് കണ്ടിട്ട് പിടിച്ചാൽ അത് പൊള്ളാതിരിക്കുമോ? അതുപോലെ നാമങ്ങൾക്ക് രൂപവും രൂപങ്ങൾക്ക് നാമവും ഉണ്ട്. അപ്പൊ നമ്മളൊരു നാമം ചൊല്ലി ഓം ശ്രീ മഹാദേവി നമഃ, എല്ലാവരും മനസ്സിൽ എന്ത് വന്നു? മഹാദേവി വന്നു. ഓം കേശവായ നമഃ. ഭാഗവതം പറയുന്നത് രാവിലെ എഴുന്നേറ്റ എല്ലാവരും തമ്മിൽ കാണുമ്പോൾ നമ്മളെന്താ ഗുഡ് മോർണിംഗ് എന്നൊക്കെ ആംഗലേയ ഭാഷ ഓം കേശവായ നമഃ. കിടക്കാൻ പോകുമ്പോൾ എന്താ അത്രേ പറയാം? ഓം ശ്രീ മാധവായ നമഃ. ഇങ്ങനെ പറയണം എന്നാ പറയുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മളുടെ മന്ത്രങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മന്ത്രത്തിന്റെ ശക്തി എന്താണോ? മനനേന ത്രായതേ ഇതി മന്ത്ര. മനനം ചെയ്യും തോറും ഇത് നമ്മുടെ ശക്തികളെ ഉയർത്താനുള്ള കഴിവുണ്ട് മന്ത്രങ്ങൾക്ക്. കാരണം മനനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുക. അപ്പോൾ ഇവിടെ വന്നിരുന്നു, പ്രഭാഷണം 1 മണിക്കൂർ കേട്ടു, എന്താ കുറച്ച് അറിവുകളൊക്കെ കിട്ടി. ഇവിടെ ഇരിക്കാൻ തോന്നില്ല അത്രേ. പാലാഴി കടയും പോലെയാ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ്. പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം എന്താ കയറി വന്നത്? കാളകൂട പൊന്തി വന്ന ഇരിക്കുക അങ്ങനെ മനസ്സ്. അമ്മ പറയും ഇവിടെ ഇരിക്കുക. അപ്പോൾ കുട്ടിക്ക് ഇതൊക്കെ എന്താ? അപ്പോൾ കുറച്ച് സമയം ഇരുന്നാലേ പിന്നെന്താ കടഞ്ഞപ്പോൾ പൊങ്ങി വന്നേ രത്നവും ലക്ഷ്മി ദേവി. ആ കൊള്ളാലോ, കഥകളൊക്കെ ഉണ്ടല്ലോ. സയൻസ് ചേർത്ത് പറയുമ്പോൾ കുട്ടികൾ അവിടെ ഇരിക്കും. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ അവസാനം എന്താ പൊങ്ങി വന്നത്? അമൃതം കലശേ വഹൻകരാഭ്യാം. അമൃതുമായിട്ട് ധന്വന്തരി പൊന്തി വന്നു. അമൃതാണത്രേ ഒരു പ്രഭാഷണം കേട്ട അവസാനം കിട്ടുക. കാരണം ഈ 1.5 മണിക്കൂർ നിങ്ങൾ അങ്ങനെ സർവ്വതും മറന്ന് ഇരിക്കണം. അപ്പോഴാണ് എല്ലാം മറക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പ്രാരാബ്ദങ്ങളാ. രാവിലെ ഇതുവരെ ഒന്നും ചിരിച്ചിട്ടുണ്ടാവില്ല. ചിരി നല്ലൊരു ഔഷധമാണ്. നമുക്ക് ടെൻഷനും പ്രശ്നങ്ങളും, പക്ഷെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ, സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ ഈശ്വര കഥകൾക്ക് കഴിയും. ഈ തത്വങ്ങൾ അങ്ങനെ കേൾക്കുക. എങ്ങനെയാ ഈ ജീവിതം? ഇപ്പോൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഇങ്ങനെ ആദ്യമായിട്ട് മത്സ്യാവതാരം ഉണ്ടായിട്ടോ. കുട്ടി എങ്ങനെ ആദ്യം മത്സ്യം ഉണ്ടാവുക? മനുഷ്യനല്ലേ ആദ്യം ഉണ്ടായി എന്ന് കുട്ടി തിരിച്ചു ചോദിക്കും. അപ്പോഴാണ് ദശാവതാരങ്ങളെ സയൻസ് ചേർത്ത് പറയേണ്ടുന്ന ഒരു അവസ്ഥ. ആദ്യം മത്സ്യം ഉണ്ടായി, പിന്നെന്താ മത്സ്യാവതാരം, ജലത്തിൽ നിന്നും ജീവനുണ്ടായി. രണ്ടാമത് എന്താ നമ്മളെ പഠിപ്പിച്ച സ്കൂളിൽ? പിന്നീട് ഉഭയജീവികൾ ഉണ്ടായി, കരയിലും വെള്ളത്തിലുള്ള ജീവി ഉണ്ടായി എന്ന് പറയും. അപ്പോഴോ ആമ അല്ലേ, കൂർമാവതാരം, കരയിലും വെള്ളത്തിലും അല്ലേ. അതും കഴിഞ്ഞിട്ടാണ് മത്സ്യകൂർമ്മ വരാഹം. പിന്നെ 4 കാലിലുള്ള മൃഗങ്ങളുണ്ടായി എന്ന് പറയുമ്പോഴാണ് നമ്മൾ വരാഹം പന്നിയായിട്ട് അവതരിച്ചു. മത്സ്യകൂർമ്മ വരാഹച നരസിംഹചവ. പിന്നെയാണ് കുരങ്ങിൽ നിന്നും മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ചു, അതാണ് നരസിംഹം. മനുഷ്യനും മൃഗവും അല്ലല്ലോ. ഇങ്ങനെ സയൻസ് ചേർത്ത് ചിന്തിക്കണം. കുട്ടി എന്താ ജനിച്ചു വീണ ആദ്യം ഇങ്ങനെ തുഴയല്ലേ, വെള്ളത്തിൽ മത്സ്യം ഇങ്ങനെ തുഴയല്ലേ. പിന്നെ കുട്ടി എന്താ ചെയ്യുക? 4 കാല് കുത്തി നടക്കൂലേ, നീന്തും ആമയെ പോലെ. അത് കഴിഞ്ഞാൽ കാലും കൈയും മുട്ടുകുത്തിയിട്ട് മൃഗങ്ങളെ പോലെ നടക്കും. ഈ ഒരു പരിണാമം നോക്കൂ. നമ്മളുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറയുന്ന കഥകളെല്ലാം എന്തിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു? സയൻസിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു. ഇപ്പോൾ വിളക്ക് കത്തിക്കണം എന്ന് പറയും നമ്മൾ സന്ധ്യയ്ക്ക്. എന്തിനാ വിളക്ക് കത്തിക്കണേലുള്ള സയൻസ് എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം ഈ സന്ധ്യ നേരത്ത് ഇത് എള്ളെണ്ണ എന്ന് പറഞ്ഞാൽ തിലം എന്ന് പറയുമ്പോൾ കറുപ്പാണ്, ശനീശ്വരനാന്നാ പറയുക. ഈ കറുപ്പിൽ നിന്നും കിട്ടുന്ന ആ ഗോൾഡൻ കളർ, അതായത് സ്വർണ്ണ നിറത്തിലുള്ള ആ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ കത്തുന്ന ആ ലക്ഷ്മി എന്താ പുറത്തേക്ക് വിടുന്നതെന്നറിയോ? എള്ളെണ്ണ അങ്ങനെ എരിഞ്ഞ് തീരുമ്പോൾ ഇരുമ്പ് സത്ത് പുറത്തേക്ക് വരുന്ന. സന്ധ്യയാകുമ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ എല്ലാ അണുക്കളും പുറത്ത് ചാടും. അതാണ് ത്രിസന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കരുത്, ത്രിസന്ധ്യയ്ക്ക് ഉമ്മർപ്പടിയിൽ ഇരിക്കരുത്. എന്താ? നരസിംഹമൂർത്തി അവതരിച്ച സമയമാണ്. ആ സമയത്ത്
സമയത്ത് എന്ത് ചെയ്യുക? നാമജപത്തോടു കൂടി ഇരിക്കുക. എല്ലാം വിഷമയമാവും. ആ സമയത്ത് ഈ എള്ളെണ്ണ എരിഞ്ഞ ആ ഇരുമ്പ് സത്ത് പ്രകൃതിയിലേക്ക് വരുമ്പോൾ എന്തായി മാറുന്നു? ആ അണുക്കളെ എല്ലാം നശിപ്പിക്കാൻ ആ ഇരുമ്പ് ശക്തിക്ക് കഴിവുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾ തൊഴുതു പ്രാർത്ഥിച്ചു ഇല്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് പ്രസാദം കിട്ടി. അതിൻ്റെ ഗുണം എന്താ? അതിന് പിറകിലും സയൻസ് ഉണ്ട്. ഈ കിട്ടുന്ന പ്രസാദം ചന്ദനം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് അപസ്മാരത്തെ മാറ്റും. ത്വക്കിന് ഏറ്റവും നല്ലതാണെന്നാണ് പറയുക. ത്വക്കിന് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ അമ്മമ്മ നമുക്ക് തലവേദന വന്നാൽ ചന്ദന അരച്ചിട്ട് തരില്ലേ? അതന്നെ. അതുപോലെ അപസ്മാരത്തെ മാറ്റാനുള്ള കഴിവ് തൊലിക്ക് ഏറ്റവും നല്ലതാണ്. ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാണ് ചന്ദനം അവിടെ പൂജാതി ദ്രവ്യങ്ങളിൽ. അതേസമയം നമുക്കൊരു തുളസിപ്പൂ കിട്ടും അല്ലേ? ഈ തുളസിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ആണുങ്ങൾ തുളസിപ്പൂ എവിടെ വെക്കുക? ഈ ചെവിയുടെ ഇവിടെ അങ്ങനെ വെക്കൂ അല്ലേ? അത് എന്തിനാണെന്നറിയോ? ചെവിയുടെ പിറകിലുള്ള ഈ ഒരു തൊലി തൊട്ട് നോക്കൂ, വളരെ സ്മൂത്തായിട്ടുള്ള തൊലിയാണ്. ഈ തുളസി ചെടിയുടെ ആ തുളസിപ്പൂവിൻ്റെ ഔഷധ ഗുണത്തെ നമ്മുടെ ശരീരത്തേക്ക് ആഗിരണം ചെയ്യാനുള്ള കഴിവ് ആ തൊലിക്കുണ്ട്. ഏറ്റവും മിനുമിനുത്ത തൊലിക്ക് മാത്രമേ ഇതിനെ ആഗിരണം ചെയ്യാൻ കഴിയൂ. ആ പുഷ്പത്തിൻ്റെ പ്രത്യേകത എന്താ? ആകാശാത്മന പുഷ്പം കൽപ്പയാമി എന്നും പറഞ്ഞ് ആകാശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തിരുമേനി ആ തളികയിൽ നിന്നും പൂക്കളെടുത്ത് ഇങ്ങനെ അർച്ചിക്കും. ആ അർച്ചന നടത്തുമ്പോൾ മന്ത്രോച്ചാരണം ഉണ്ടായിരിക്കും. ആ മന്ത്രങ്ങളെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഈ പുഷ്പത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ എടുത്തിട്ട് ഒന്ന് ഗ്രാണിക്കൂലേ, എന്നിട്ടല്ലേ ഇങ്ങനെ ചൂടാറുള്ളൂ? അങ്ങനെ ചെയ്യണമെന്നാ. ഈ ഞാൻ പറഞ്ഞില്ലേ, ജലം തൊട്ടല്ലേ നമ്മൾ ചന്ദനം ചാലിക്കുക. ജലത്തെ പ്രതിനിധീകരിക്കുന്ന ഈ മോതിര വിരൽ കൊണ്ട് വേണം നമ്മൾ ചന്ദനം തൊടാന്. ഇങ്ങനെ ഒരുപാട് തത്വങ്ങളുണ്ട്. വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ ഈ സംസാരങ്ങളൊന്ന് കുറയ്ക്കാനുള്ളതാണല്ലോ പെണ്ണുങ്ങളുടെ മെയിനായിട്ട് പറയുന്നത്. അതെ, സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണോ നമുക്ക് ശ്രദ്ധ കുറയും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്നാൽ നമ്മളിപ്പോൾ കുറേ കാലത്തിന് ശേഷം കാണുന്ന കുടുംബങ്ങളൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു ജ്ഞാനയജ്ഞം നടക്കുമ്പോൾ സംസാരിക്കരുത് എന്നാ. ഈ ശിവരാത്രിക്ക് വെടിമരുന്ന് പൊട്ടിക്കും. രാത്രിയിൽ എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് നാമജപം നടക്കും, ശ്രീരുദ്രൻ ജപിക്കും. അതൊക്കെ എന്തിനാണെന്നറിയോ? ആ വിഷമയമാണത്രേ ശിവരാത്രി എന്നുള്ള രാത്രി. ആ വിഷത്തിൻ്റെ ശക്തി കുറയ്ക്കാൻ കോലാഹലം ഉണ്ടാക്കണം. അതിനാണ് വെടിമരുന്ന് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് വന്നു, നിങ്ങൾ കുറേ കാലത്തിന് ശേഷം കണ്ട സന്തോഷത്തിലാണ്. പിന്നെ വിളക്കിൻ്റെ തത്വം ഒന്നുകൂടി വിശദമായിട്ട് പറയാം. ക്ഷേത്രം എന്താന്ന് പറഞ്ഞു? ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. നിങ്ങളുടെ കുടുംബത്തിലെ സർവക്ഷയങ്ങളും തീരാന്, അതിൽ നിന്ന് നിങ്ങളെ പൊന്തിച്ചു കൊണ്ടുവരാന്, ആത്മീയമായ ഉണർവ് നിങ്ങളെ ഉണർത്താന്, നിങ്ങളെ ആത്മീയമായി ഉയർത്താൻ ക്ഷേത്രങ്ങൾക്ക് കഴിവുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ വിളക്ക് പറഞ്ഞു. വിളക്കിന് ത്രിമൂർത്തികളുടെ സാന്നിധ്യ, കത്താതിരിക്കുന്ന വിളക്ക്. അപ്പൊ കത്തിച്ചു കഴിഞ്ഞാലോ ത്രിദേവതകളും അതിലുണ്ട്. എന്തേ ഇതിനെ ഒരു പ്ലേറ്റ് ഇട്ട് വെക്കണം പറയാൻ? ശംഖ്, മണി, ഗ്രന്ഥം, വിളക്ക് ഇതൊന്നും തിരുമേനി നിലത്ത് വെക്കില്ല. നോക്കിണ്ടോ? ഒരു പ്ലേറ്റ് ഉണ്ടാവും തിരുമേനിയുടെ കയ്യിൽ പൂജിക്കാനായിട്ട് കയറുമ്പോൾ. സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷൺമുഖനാഥ സുബ്രഹ്മണ്യം 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 വള്ളിമണാള സുബ്രഹ്മണ്യം ഹരായ നമവും ശിവായ നമവും ഹരായ നമവും ശിവായ നമവും ഹരായ നമവും ശിവായ നമവും സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം വള്ളിമണാള സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം വള്ളിമണാള സുബ്രഹ്മണ്യം ഹരായ നമവും ശിവായ നമവും 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 ഹരായ നമവും ശിവായ നമവും. ഓം ഭജൽഭുവേ നമഃ. ഓം ശരവണഭവായ നമഃ. ഹര ഹരോ ഹര 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 ഹരോ ഹര ഹര. ഹരേ നാരായണ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. ഓം
ശ്രീ മഹാദേവേ നമഃ. അപ്പോൾ വിളക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. വിളക്കിൽ ത്രിമൂർത്തികളും ത്രിദേവതകളും കുടികൊള്ളുന്നു. മഹാക്ഷേത്രങ്ങളുടെ മുന്നിലൊക്കെ ഒരു ആൽവൃക്ഷം കാണാം. ഈ ആൽവൃക്ഷത്തെ നമ്മളെ എങ്ങനെയാ പ്രാർത്ഥിക്കുക? മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രതാ ശിവരൂപായ വൃക്ഷരാജയതേ നമഃ. അതുപോലെ തന്നെയാണ് വിളക്ക് എന്ന് പറയുക. ഈ വിളക്കിനെ പോലെ തന്നെയാണ് ശിവലിംഗങ്ങളും. ശിവലിംഗത്തിൻ്റെ താഴെ ബ്രഹ്മപീഠം, ബ്രഹ്മാവാണ് വിളക്കിൻ്റെ താഴേന്ന. നടുവിലായിട്ട് വിഷ്ണു പീഠം, വിഷ്ണുവാണ് നടുവിലെന്ന. മുകളിലായിട്ട് ശൈവപീഠം, ശിവനാണ് മുകളിൽ. ഇങ്ങനെയാണ് ത്രിമൂർത്തികളും ത്രിദേവതകളും. ഇങ്ങനെയുള്ള സർവ്വ ദേവതകളും കുടികൊള്ളുന്ന ഒരു ആരാധനാലയത്തിന് മുന്നിൽ വന്ന് നിന്നിട്ട് എന്ത് ചെയ്യരുത്? വെറുതെ ഈ കാഷ്വൽ ടോക്ക് നടത്തരുത്. അതാണ് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. കാരണം നമ്മളവിടെ നിൽക്കുന്നത് ആരുടെ മുന്നിലാ? അത്രയും ഉന്നതമായ ഒരു ശക്തിക്ക് മുന്നിലാണ്. ശരിക്കും ഈ ക്ഷേത്ര സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികര് ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയെ ഒരു കേന്ദ്രത്തിലേക്ക്, വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചു വെച്ചതാ. എന്തിനു വേണ്ടിയിട്ടാണോ? ആ ആവാഹിച്ചു വെച്ച പ്രതിഷ്ഠാമൂർത്തിയിൽ ഇങ്ങനെ ഇതുപോലെ ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യാം? പൂജാതി കർമ്മങ്ങൾ കഴിക്കാം, കലശം ആടാം, താലത്തോടുകൂടി പൊങ്കാല നടത്താം. ഇതൊക്കെ ചെയ്യുമ്പോൾ, അതാണ് കലങ്കരി എന്നാ പറയുക, ചെയ്യുമ്പോൾ ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ചൈതന്യം പുറത്തേക്ക് കവിഞ്ഞൊഴുകും. നമ്മൾ ക്ഷേത്രത്തിന് നടയിൽ വന്ന ഒരിക്കലും നേരും കടയിട്ട് നിന്ന് തൊഴുക, ഒന്ന് സൈഡിക്ക് ചെരിഞ്ഞു നിൽക്കും. കാരണം എന്താ? ഈ ശക്തി സർപ്പിൾ ആകൃതിയിലാണ് പുറത്തേക്ക് വരുന്നതെന്നാ ഈ ചൈതന്യം. അപ്പോൾ ഈ ചൈതന്യത്തിന് ലോപം ഉണ്ടാവാതെ എന്ത് ചെയ്യണം? വർഷാവർഷം എന്തെങ്കിലും ലോപം വന്നെങ്കിൽ അത് തീർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ആ ചൈതന്യത്തെ വർദ്ധിപ്പിക്കും. ചൈതന്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ചൈതന്യം മതിൽക്കെട്ട് കവിഞ്ഞ് നമ്മളുടെ കുടുംബങ്ങളിലേക്കും ദേശങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും വഴിഞ്ഞൊഴുകും. അതിനെയാണ് എന്ത് പറയുന്നത്? ഉത്സവം എന്ന് പറയുന്നത്. ഇനി ഇതിലും ഭംഗിയായി ഒരുപാട് ഉത്സവങ്ങൾ നിങ്ങൾക്ക് നടത്താൻ കഴിയട്ടെ. കൂട്ടായ്മയോടുകൂടി, ജ്ഞാനയജ്ഞങ്ങളോടുകൂടി ഇനിയും ഇനിയും പ്രതിഷ്ഠാദിനങ്ങൾ നടക്കട്ടെ. അതിന് ശ്രീ ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പം നമ്മൾ നടത്തിയത് ഒരു ജ്ഞാനയജ്ഞാണ്. ഏതൊരു യജ്ഞം അല്ലെങ്കിൽ എന്ത് നടത്തിയാലും അതിൽ ചെറിയ ചെറിയ ചുതികൾ ഉണ്ടാവുന്ന പറയുക. നമ്മൾ മനുഷ്യരല്ലേ. പണ്ട് കാലത്ത് നടത്തിയിരുന്ന മഹത്തായ യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഹോമങ്ങൾ, തപസ്, ഇതിനൊക്കെ തുല്യമാണ് കലികാലത്തിൽ എന്ത്? ഈ ജ്ഞാനയജ്ഞം എന്നാ പറയുക. അതുകൊണ്ടാണ് ഈശ്വര കഥകളും പറഞ്ഞ് കുറച്ച് സമയം ആ ക്ഷേത്രാങ്കണത്തിൽ അങ്ങനെ കൂടിയിരിക്കുക. അങ്ങനെ കൂടിയിരിക്കുമ്പോൾ എല്ലാ മനസ്സുകളും ഒന്നാ. എന്താ ഇപ്പം ചിന്ത? ഭഗവാൻ, ഭക്തി പ്രഭാഷണം, ഇന്നത്തെ ദിവസം യം ഭാവം സ്മരൻ. ഏതൊരു ഭാവമാണോ നിങ്ങളുടെ മനസ്സിലെപ്പം ഉണ്ടാവുന്നത്, നിങ്ങൾ അത് തന്നെയായി മാറുന്നു. എന്താ പട്ടേരിപ്പാട് അവസാനം പറഞ്ഞത്? 99 ദശകം എഴുതി കഴിഞ്ഞു അല്ലേ, ഈ ഭാഗത്തുള്ളതല്ലേ. എന്നിട്ട് അവസാനം ഗുരുവായൂരപ്പനോട് പറയാ, ഈ വാദമൊന്നും ഇനി മാറില്ല എന്ന് പറഞ്ഞ് അടച്ചാണ്ട് വെച്ചുത്രേ. അപ്പോഴാണത്രേ ആ വേണുഗോപാല രൂപത്തില് നീല വെളിച്ചമായിട്ട് ശ്രീലകത്ത് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോഴാണ് അവസാനത്തെ ദശകം എന്ത് എഴുതിയത്? അഗ്രേ പശ്യാമി എന്നും പറഞ്ഞ് അവസാനം എന്താ പറഞ്ഞത്? സ്ഫീതം ലീലാവതാരേരിതമിഹ ഗുരുതാമായുരാരോഗ്യ സൗഖ്യം. ഹേ കൃഷ്ണ, ആയുസ്സും ആരോഗ്യവും സുഖവും തരണമേ. ഇത് തന്നെയാണ് ഇവിടെയും എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമുക്കൊന്നും ചോദിച്ചിട്ട് വേണ്ട. ഭഗവതി സർവന്തര്യാമിയാണ്. നമ്മുടെ എല്ലാ വിഷമങ്ങളും അവിടെ അറിയാം. ഇവിടെ വന്നിട്ട് നാമജപം മാത്രമേ വേണ്ടൂ. എന്തേ വേണ്ടൂ? ആയുസ് ഉണ്ടായിരിക്കുക. എന്തിനാ? ഈ ശരീരത്തിലിരുന്ന് ഇങ്ങനെ ജപിക്കുക, ധ്യാനിക്കുക, ഗ്രന്ഥങ്ങൾ വായിക്കുക, പ്രഭാഷണങ്ങൾ കേൾക്കുക, ഇവിടെ വന്നിട്ട് ദേവരെ അങ്ങനെ തൊഴുക. അതൊരു ഭാഗ്യല്ലേ. അടുത്ത വർഷവും നടന്ന് ഇവിടെ വരാൻ കഴിയുക. അതിന് ആയുസ്. പിന്നെയോ ആയുസ് കുറേ ഉണ്ട്. കിടക്കയിൽ കിടന്നാൽ കഴിയോ? ആരോഗ്യം ഉണ്ടാവണം. ഈ ആയുസ്സും ആരോഗ്യം ഉണ്ട്, സുഖം. മനസ്സുഖമില്ലെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും കേട്ടാൽ തലയിലേക്ക് കയറുമോ? ഇത് മൂന്നും തരയണമേ. ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും അങ്ങനെ ആയുസ്സും ആരോഗ്യവും സുഖവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ജ്ഞാനയജ്ഞം ഞാൻ ശ്രീ ഭഗവതിയുടെ തൃപ്പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ജഗദംബികായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ഹരി തത്സത്.